വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. നമ്മളിപ്പോൾ ഈ പ്രിലിംസ് ഹാക്കറിന്റെ സയൻസ് ആൻഡ് ടെക്നോളജീന്റെ അടുത്ത തീമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ICT ആൻഡ് എമർജിംഗ് ടെക്നോളജീസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ICT മാത്രം പറയാറുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് IT എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ചില തീമിലൊക്കെ നമ്മൾ പറയുന്ന എമർജിംഗ് ടെക്നോളജി മാത്രമായിട്ടും പറയാറുണ്ട്. നമുക്ക് ഈ ഏത് തീമായെങ്കിലും നമുക്ക് പഠിച്ചാൽ പോരെ, അതാണല്ലോ നമ്മുടെ വിഷയം. നമുക്ക് എന്തായാലും അടുത്ത തീമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു തീം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ടു ആയ കാര്യങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ അല്ല കേട്ടോ. അത് സിമ്പിൾ ആയിട്ട് തീർക്കാം. പഠിക്കുമ്പോഴും നമുക്ക് എന്താ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇത് വലിയൊരു ഫാക്ടർ ഒന്നുമല്ല നമുക്ക് പഠിക്കുമ്പോഴും. അതും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒന്നല്ല. നമുക്ക് എന്തായാലും ഇതിലെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഒക്കെ നോക്കിയാലോ, PYQയിൽ വരുന്ന എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്താണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു പോർഷനാണ് ബയോടെക്നോളജിയും. അതുപോലെ ഈ പറഞ്ഞ ഒരു പോർഷനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ടോട്ടൽ 50% ക്വസ്റ്റ്യൻസ്, 50% ആണ് ഉദ്ദേശിക്കുന്നത്, 50 ക്വസ്റ്റ്യൻസ് അല്ല, 50% ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക്കിന് കിട്ടുന്നുണ്ട്. ഇതൊരു 26% to 25% ആ ഒരു റേഞ്ചിലാണ് ഇത് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബയോടെക്നോളജിയിലും അത്രയും പെർസെന്റേജ് തന്നെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ്. ബാക്കിയെല്ലാം നമുക്ക് ഇഗ്നോർ ചെയ്താലും ഇത് ഒരിക്കലും ഇഗ്നോർ ചെയ്താൽ ക്വസ്റ്റ്യൻസിന് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് നോക്കിയത് 6 എണ്ണം വരെ നമുക്ക് പോയിട്ടുണ്ട്. പിന്നെ എവിടെ ഉണ്ട് 5. അപ്പൊ കഴിഞ്ഞ കൊല്ലം, അതായത് ഈ പറഞ്ഞ നമ്മുടെ 2024 നടന്ന എക്സാമിനാണെങ്കിൽ മാത്രമാണ് 2 ക്വസ്റ്റ്യൻ ആയതും, അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ 1 ക്വസ്റ്റ്യനും. നല്ല റെലവൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ് ഈ പോർഷൻ. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചൊന്നും ഉദ്ദേശിച്ചുള്ളൂ. ഇനിയിപ്പോൾ വേറെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. 2024 വന്നൊരു ക്വസ്റ്റ്യൻ, ആക്ച്വലി ഇതൊരു പലരും പല ആൻസറുകൾ പറയുന്നുണ്ട്. UPSCന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ UPSCന്റെ ഒഫീഷ്യൽ കീ വരുന്നവരെ നമുക്ക് ഇതിൽ ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്നാൽ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ വരുന്നതെന്നാണ് ഉദ്ദേശം. എന്ത് ക്വസ്റ്റ്യൻ വന്നു അത് പഠിക്കുകയല്ലോ നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻ വെച്ചേക്കുന്നത് എന്താണ്, യൂസസ് ഓഫ് അല്ലെങ്കിൽ റഡാറിന്റെ കാര്യമാണ്. റഡാർസ് യൂസ് ചെയ്യുന്ന പോർഷൻ ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് നാർക്കോട്ടിക്സ് ഓൺ പാസഞ്ചേഴ്സ് അറ്റ് എയർപോർട്ട് ഓർ ഇൻ എയർക്രാഫ്റ്റ്. അതായത് ഇവിടെ നാർക്കോട്ടിക്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യമാണ് എല്ലാവർക്കും ഡിസ്പ്യൂട്ട് ആയിരിക്കുന്നത്. അതായത് റഡാർ യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് എന്ത് സാധനം അത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഡിസ്പ്യൂട്ട് ആയിരിക്കുന്നത്. പക്ഷേ ഈ കുറച്ച് എക്സാം കഴിഞ്ഞ ശേഷം ഒരു ന്യൂസ് വന്നായിരുന്നു, ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള രീതിയിൽ എന്തോ ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ. അതാണ് പെട്ടെന്ന് ഡിസ്പ്യൂട്ട് ആവാനുള്ള റീസൺ. ഓക്കെ, മറ്റൊന്ന് എന്താണ്, ഈ മോണിറ്ററിംഗ് ഓഫ് പ്രസിപ്പിറ്റേഷൻ, ഓഫ് കോഴ്സ് അത് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ട്രാക്കിംഗ് ഓഫ് മൈഗ്രേഷൻ ഓഫ് അനിമൽസ്, മൊത്തത്തിലുള്ള ഒരു ബോഡി നമുക്ക് ട്രാക്ക് ചെയ്യാം. അതല്ലാതെ അത് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെക്നോളജി നമ്മുടെ കയ്യിൽ ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓൾ ത്രീ എന്നുള്ള രീതിയിൽ ഡിസ്പ്യൂട്ട് ആയിരിക്കുന്നത്. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം നമ്മളെല്ലാവരും മെറ്റാവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ട് മടുത്തൊരു സംഭവം. അതുകൊണ്ട് തന്നെ ഇത് വലിയ ബുദ്ധിമുട്ടുള്ളതെന്നല്ല ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ കാര്യങ്ങൾ ആ ഒരു വേർഡ് ഒരു സെന്റൻസ് ഫ്രെയിമിംഗിൽ തന്നെ കാര്യം ക്ലിയർ ആവും. എന്താണ്, ആൻഡ് ഓപ്പറേറ്റബിൾ അല്ലെങ്കിൽ ഓപ്പറബിൾ നെറ്റ്വർക്ക് ഓഫ് 3D വെർച്വൽ ബേർഡ്സ്. നമുക്ക് ഈ 3D വെർച്വൽ എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി കത്തേണ്ടതാണ്. ഇനി ദാറ്റ് ക്യാൻ ബി ആക്സസ് സൈമൾട്ടേനിയസ്ലി ബൈ മില്യൺസ് ഓഫ് യൂസേഴ്സ്. ഒരുപാട് ആൾക്കാർക്ക് യൂസ് ചെയ്യാനും അത് ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. എക്സെപ്റ്റ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഓവർ വെർച്വൽ ഐറ്റംസ്. അപ്പൊ ഇതില് നമുക്ക് ഈ വലിയ സാധനങ്ങൾ അതായത് മില്യൺ യൂസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എവിടെ പോകാൻ ചാൻസ് ഉണ്ട്, ബിഗ് ഡാറ്റയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതാണ്. പക്ഷെ അതിന് ശേഷം മറ്റ് ഈ സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് മെറ്റാവേഴ്സിലേക്ക് ആൻസറിലേക്ക് എത്താനുള്ള റീസൺ. വെർച്വൽ മെട്രിക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടേക്ക് എന്തിനാ അതിന്റെ ആവശ്യം. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. കുറച്ച് സ്പീഡ് പോവാണേ. ഇനി ഡിറ്റക്ഷൻ ഓഫ് കാർ കൊളീഷൻ ഓർ ക്രാഷ് വിച്ച് റിസൾട്ട്സ് ഇൻ ദി ഡിപ്ലോയ്മെന്റ് ഓഫ് എയർബാഗ്സിന്റെ ഡിപ്ലോയ്മെന്റ് എങ്ങനെ നടക്കുന്നത്, ഇൻസ്റ്റന്റേനിയസ്ലി കേട്ടോ. ഇനി മറ്റൊന്ന് ഡിറ്റക്ഷൻ ഓഫ് ആക്സിഡന്റൽ ഫ്രീ ഫോൾ ഓഫ് ലാപ്ടോപ്പ് വീഴുന്ന കാര്യങ്ങൾ, ആ സമയത്ത് അത് ഉപയോഗിക്കാം. എന്തിന്റെ യൂസ് ആണെന്ന് വേണമെങ്കിൽ നോക്കാം. അവിടെ എന്താണ്, ആക്സിലറോമീറ്റർ എന്ന് പറയുന്ന സംഭവം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആക്സിലറോമീറ്റർ ഒരു സ്പീഡിന്റെ ടൈം അല്ലെങ്കിൽ സ്പീഡിനെ നമ്മൾ എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് ആക്സിലറേഷൻ കിട്ടുന്നത്. ആ ആക്സിലറേഷന്റെ യൂസ്, ആക്സിലറോമീറ്റർ എന്ന് പറയുന്ന ആക്സിലറേഷൻ മെഷർ ചെയ്യുന്ന ഒരു സംഭവം, ആക്സിലറേഷന്റെ ഒരു മീറ്ററിംഗ് ടെക്നിക്ക് ആണെന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ബുദ്ധി വേണോ, വേണ്ട. അല്ലാതെ തന്നെ നേരിട്ട് പോയാൽ മതി. സ്പീഡ് പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ ഇതൊക്കെ എല്ലാത്തിനും വരുന്നതാ. അപ്പോൾ ഓൾ 3 വരും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ വിചാരിക്കും എവിടുത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ
എക്കണോമി ആണെന്നൊക്കെ രീതിയിൽ അങ്ങ് പോകും. പക്ഷെ അല്ല കുട്ടികളെ, നമുക്ക് എളുപ്പമുള്ള ഒരു പോർഷനാണിത്. എന്താണ് ഈ പഠിച്ചിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ദേ ക്യാൻ ബി ട്രേഡഡ് ഓർ എക്സ്ചേഞ്ച് അറ്റ് ഇക്വാലൻസി ആൻഡ് ദെർഫോർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ മീഡിയം ഓഫ് കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. ഇത് നമുക്ക് തൽക്കാലം ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ ആ രീതിയിലുള്ളത്. ഓക്കെ, അത് ഒഴിവാക്കിയൊക്കെ ബാക്കി രണ്ടെണ്ണം കിട്ടേണ്ടതാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും അതുപോലെ ബിറ്റ് കോയിൻസ്, ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് വായിച്ചു വരുന്ന മക്കളല്ലേ നിങ്ങൾ. നമ്മളെക്കാളും കൂടുതൽ എത്രയോ അറിവുള്ളവരാണെന്ന് വിശ്വസിക്കുന്നു ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള അറിവ് തന്നെ മതി, അത് കൂടുതലൊന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ പറഞ്ഞത് ഇത് എപ്പോഴാണ്? നമ്മുടെ കൊറോണയുടെ ടൈം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ആ സമയത്ത് വന്നതായതുകൊണ്ട് തന്നെ ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്തു. എല്ലാവരും എന്ത് ഈ പറഞ്ഞ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയ ഒരു സമയമാണ്. ആ സമയത്ത് ഇതൊക്കെ ഏതൊക്കെയാണ്? ഓപ്പൺ സോഴ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്പൺ സോഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ എന്താ ഗവൺമെന്റ് മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള എൻറ്റൈറ്റിക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ? അല്ല, അതുകൊണ്ട് അതല്ല ഇത്. ഓക്കെ, ഇനി മറ്റേതേ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാ? വെബ് 3.0. വെബ് 3.0 എപ്പോഴും ഇമ്പോർട്ടന്റ് തന്നെയാണ്, ഇപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ബേസിസിലാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് അതിന്റെ ജസ്റ്റ് ബേസിക് കാര്യങ്ങളാ. അത് ഞാൻ പറഞ്ഞു, കൂടുതൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എന്താ? പീപ്പിൾ ടു കൺട്രോൾ ദെയർ ഓൺ ഡാറ്റ. ഒരു പുതിയ കാര്യമില്ലേ, നടന്നൂടെ? അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി എന്താ? ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യാൻ പറ്റണം. കാരണം പുതിയതാണ് ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ. അതായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനതൊക്കെ വരുന്നത് എന്നുള്ള രീതി ചിന്തിച്ചാൽ മതി. ഓപ്പറേറ്റഡ് ബൈ യൂസേഴ്സ് കളക്റ്റീവ്ലി റാദർ ദാൻ എ കോർപ്പറേഷൻ. അതെന്താ? ഡീസെൻട്രലൈസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകാന്നല്ലേ ഉദ്ദേശിക്കുന്നത്. വീണ്ടും നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണെന്നുള്ള രീതിയിലേക്ക് ആൻസർ വരും. ഓക്കെ, ഇനി അടുത്തത് ഏതാ? രണ്ട് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സോഫ്റ്റ്വെയർ ആസ് എ സിസ്റ്റം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ്വർക്ക് ആസ് എ സിസ്റ്റം, സോഫ്റ്റ്വെയർ ആസ് എ സിസ്റ്റം, ഇന്റർനെറ്റ് ആസ് എ സിസ്റ്റം, സർവീസ് സിസ്റ്റം അല്ല, സർവീസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക് ഒക്കെ ഭയങ്കര റെലവൻസ് ഉള്ളതാണ്. എന്നാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു സർവീസ് ആയിട്ട് എന്താണ് അതിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കെന്ന് വായിച്ചു നോക്കിയേ. SaaS buyers can customize the user interface and change data fields. പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? സോഫ്റ്റ്വെയർ അല്ലേ, സോഫ്റ്റ്വെയറിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് അതിന് നമ്മളൊരു യൂസർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ യൂസർ ഇന്റർഫേസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ലല്ലോ. ക്യാൻ അല്ലേ പറഞ്ഞിട്ടുള്ളൂ. മസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ക്യാൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ വീണ്ടും അതെന്ത് പറഞ്ഞിട്ടുണ്ട്? മൊബൈൽ ഡിവൈസസിലേക്ക് നമുക്ക് അതിലൂടെ നമുക്ക് കണക്ട് ചെയ്തുകൂടെ എന്ന് പറഞ്ഞൂടെ? പറ്റും, അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഔട്ട്ലുക്ക്, ഹോട്ട്മെയിൽ, യാഹു എന്നൊക്കെ പറയുന്നൊക്കെ ഇതിന്റെ ഒരു ഫോം ആണെന്നുള്ള രീതിയിൽ ശരിയാണ്. ആ സമയത്തേ ഇറങ്ങിയ ഒരു കാര്യമാണ്, അതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ഇതും ശരി തന്നെയാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കേ. ഇനി ലാസ്റ്റ് എന്താണ്? ഈ പറഞ്ഞ കൺസിഡർ ദ ഫോളോയിങ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എല്ലാം ഷോർട്ട് റേഞ്ച് ചെയ്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് അടുത്ത് നിന്ന് ഇതാക്കണം. അതായത് ഞാൻ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ അവിടെ നിൽക്കുന്നു, അവിടെ എനിക്ക് ഇവിടെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ? CCTV എവിടെ നിന്ന് ഉപയോഗിക്കാൻ പറ്റുക? അടുത്തുള്ള റേഞ്ചിലല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ CCTV, പിന്നെ RFID, അതും അതേപോലെ തന്നെ അടുത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇങ്ങനെ അടുത്ത് വെച്ചല്ലേ സംഭവമൊക്കെ ചെയ്യുന്നത്. പിന്നെ ലാൻ, അതായത് നമ്മുടെ വയർലെസ് ലാൻ ആണ് ഉദ്ദേശിക്കുന്നത്. വയർലെസ് ലാനും ദൂരെ നിന്നൊക്കെ നടക്കാനുള്ള ചിലപ്പോൾ നടന്നേക്കാം, തൽക്കാലം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് മാത്രം ഷോർട്ട് റേഞ്ച് എല്ലാം വരും എന്നുള്ളത് ഓർത്തേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയില്ലേ. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പോർഷനിലേക്ക് പോകുന്ന സമയത്ത്, അതായത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എന്താണ് അതിന്റെ ഡയമെൻഷൻ, ബേസിക് ആണെന്ന് മനസ്സിലായി. ഇനി ഇവിടെയും ഇതൊക്കെ എവിടുന്നാണ് ക്വസ്റ്റ്യൻ എടുത്തതെന്നുള്ളൊരു ശരിക്കും പറഞ്ഞ ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. എവിടുന്നാണ് ഇതുവരെ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ റെലവൻസ് ആണ് എടുത്തേക്കുന്നത്? വീണ്ടും കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് പ്യൂർലി ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്നില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, എന്തെങ്കിലും പുതിയ ഡെവലപ്മെന്റ് ആയിരിക്കും. ആ ഡെവലപ്മെന്റ് ഈ പറഞ്ഞ ടെക്നോളജീസ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ യൂസ് ചെയ്തതിന്റെ ബേസിസിലാണ് ഈ പറഞ്ഞത് എന്ത് വന്നത് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ടെക്നോളജീസും ആ ടെക്നോളജീസിന് റെലവെന്റ് ആയിട്ടുള്ള കറന്റ്ലി ന്യൂസിലുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് ഡീൽ ചെയ്ത് പോവാം. അതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ. ഇവിടെ AI പഠിക്കണം, ബ്ലോക്ക് ചെയിൻ പഠിക്കണം, അതുപോലെ ബിഗ് ഡാറ്റ പഠിക്കണം, വെബ്, പുതിയ ടൈപ്പ് ഓഫ് വെബ്, പുതിയ ടൈപ്പ് ഓഫ് ടെക്നോളജീസ്, ഈ പറഞ്ഞ ICTയിൽ വരുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അതായത് ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് പഠിക്കേണ്ടത്. ഇത് ഏത് രീതിയിൽ പഠിക്കണം? കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എങ്ങനെ പഠിച്ചാൽ മതി? ബേസിക് ആയിട്ട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ പറഞ്ഞ ഇൻട്രോ ഒക്കെ എന്താണ്, ഇതാണ് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ. അതല്ലാതെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ എന്തിനാണ്? എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കാൻ. എന്ത് പഠിക്കണം എന്നുള്ളതല്ല നമുക്ക് വിഷയം, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. നമുക്കിപ്പോൾ കണ്ടന്റ് ഒക്കെ ഇഷ്ടം പോലെ എല്ലാവരും തരും, പക്ഷെ ആ കണ്ടന്റ് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതാണ് വിഷയം. ഓക്കെ,
നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇന്റലിജൻസ് അത്രയല്ലേ ഉള്ളൂ. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ChatGPT ആണെന്നുണ്ടെങ്കിലും ഈ ജെമിനി AI എന്നൊക്കെ പറഞ്ഞ സംഭവം, ഇതൊക്കെ എല്ലാവരും കണ്ട് ശീലമുള്ള ഒരു കാര്യമല്ലേ. പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ChatGPT ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ വെറുതെ ഒന്ന് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിന്റെ യൂസ് എന്താണെന്നൊക്കെ വെറുതെ ഒന്ന് എന്തായാലും തുടങ്ങല്ലേ, നമുക്ക് എന്തെങ്കിലും വേണ്ടേ എന്നുള്ള രീതിയിൽ മാത്രം കൊടുത്തതാണ്. അറിഞ്ഞിരിക്കുക. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. അങ്ങനെ ചോദിക്കാനും പോണില്ല, എന്ന് അറിഞ്ഞു വെച്ചോ. വീക്കും അതുപോലെ സ്ട്രോങ്ങും. വീക്ക് എന്ന് പറയുന്നത് നാരോ AI എന്നാ പറയുന്നത് നമ്മൾ. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് ഭയങ്കര സിംഗിൾ സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ജനറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുവിധം എല്ലാ ടാസ്കിനും ഉപയോഗിക്കാൻ പറ്റുന്നതിനാണ് ജനറൽ ആയിട്ട് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് AI എന്ന് വിളിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി ഈ ട്യൂറിംഗ് ടെസ്റ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പ്രൊണൗൺസിയേഷൻ നമുക്ക് വിഷയമല്ല. ആ ഒരു പേരിന് അതിന്റെ ബേസിസിലാണ് ഈ പറഞ്ഞ എന്തുണ്ടായത്, AI ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. പ്രപ്പോസ് ബൈ ആരാണ്? ആലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന ഒരാള് ഇതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. മെഷീൻസിനെ ഹ്യൂമൻ ലൈക്ക് കേപ്പബിലിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പൊട്ടൻഷ്യല് കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ ആള്. ഓക്കെ, ഇതിൽ കോമ്പണൻസ് എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കോമ്പണൻസ് ഒക്കെ നോക്കണം. ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കുകയായിരിക്കില്ല, പക്ഷെ നമുക്ക് എന്ത് വേണം, എന്താണെന്ന് അറിയണം. മെഷീൻ ലേണിംഗ് എന്താണെന്ന് അറിയണം, ഡീപ്പ് ലേണിംഗ് എന്താണെന്ന് അറിയണം. ഇതിന്റെ ഡിഫറൻസ് ഒക്കെ അറിഞ്ഞിരിക്കണേ. ഇതിൽ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതായത് ഇതിന്റെ കോമ്പണന്റ് ആണെങ്കിൽ പോലും ഇതിന്റെ ഉള്ളിലായിരിക്കും ചിലത് എന്താ പറയുന്ന ഒന്നിന്റെ കോമ്പണന്റ് ആണ് അത്, പക്ഷെ മറ്റേതിന്റെ കോമ്പണന്റ് ആണോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ട്. നമുക്ക് അത് പോവാം, എന്തായാലും കൺഫ്യൂഷൻ ആക്കണില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നൊരു കാര്യമാണ്, നോബൽ പ്രൈസിൽ വന്നതാണ് എന്ത്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് എന്തിന്റെ പാർട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്? മെഷീൻ ലേണിംഗിന്റെ പാർട്ടാണ്. ഈ ഒരു ഡയഗ്രം നോക്കിയേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കോമ്പണന്റ് ആണ് മെഷീൻ ലേണിംഗ്, അതിന്റെ കോമ്പണന്റ് ആണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. അതാണ് നമ്മൾ പറഞ്ഞത് ഈസ് എ കോമ്പണന്റ് സബ്സെറ്റ് ഓഫ് മെഷീൻ ലേണിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡീപ്പ് ലേണിംഗ് അതിന്റെയും ഒരു കോമ്പണന്റാ. ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയാൽ കൊള്ളാം കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന്, മെഷീൻ ലേണിംഗും തമ്മിലെ വ്യത്യാസം എന്താണ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. എന്താണ് ഡയറക്റ്റ് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല എന്നാണ് വിശ്വാസം. അങ്ങനെ ചോദിക്കാനും ചാൻസ് ഇല്ല, പക്ഷേ അറിഞ്ഞു വെച്ചാൽ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വെറുതെ ഒന്ന് എഴുതി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന്റെ ഉദ്ദേശം? നമ്മള് ബ്രെയിനിലെ ന്യൂറോൺസ് ഉണ്ടല്ലോ, നമ്മുടെ ഇങ്ങനെ പോകുന്നത്. ഈ ചിത്രം കണ്ടില്ലേ, നമ്മുടെ കണ്ടില്ലേ, ഈ ന്യൂറോൺസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ബ്രെയിനിലെ സിസ്റ്റം കംപ്ലീറ്റ് സെറ്റ് ആവുന്നത്. അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഏറ്റവും യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂറോൺസ് ആണ്. ആ ന്യൂറോൺസ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സംഭവങ്ങളെയൊക്കെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ സബ്സെറ്റ് ഓഫ് മെഷീൻ ലേണിംഗ് ആണെന്ന് പറഞ്ഞു. ഡിസൈൻ മോഡൽസ് വർക്കിംഗ് ഓഫ് ഹ്യൂമൻ ബ്രെയിനിന്റെ ബേസിസിലാണ് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നു. പിന്നെന്താ, ഇതിൽ ഇന്റർ കണക്റ്റഡ് നോഡ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ചിത്രത്തിൽ കണ്ടോ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂറോണിന്റെ ഇടയിൽ മറ്റൊരു ന്യൂറോണിന്റെ കണക്ഷനാണ്. ആ കണക്ഷൻ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്, ഇന്റർ കണക്റ്റഡ് നോഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് എന്ന് പറയുന്നതുണ്ട്. അത് വേറെയാണ് ഉദ്ദേശിക്കുന്നത്, ന്യൂറോൺസ് കേട്ടോ. ദാറ്റ് പ്രോസസ് ഇൻഫർമേഷൻ സൈമൾട്ടേനിയസ്ലി ടു ഹൗ ന്യൂറോൺ ഫംഗ്ഷൻ ദി ഹ്യൂമൻ ബ്രെയിൻസ്. ഓക്കെ, ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതുപോലെ കണക്ട് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റമാണ്. ഓക്കെ, ഇത് ആരാ ഡെവലപ്പ് ചെയ്തതെന്ന് ജസ്റ്റ് നോക്കി വെക്കണേ. ജോൺ ഹോപ്ഫീൽഡും അതുപോലെ തന്നെ ജോഫ്രി ഹിൻടൺ എന്ന് പറയുന്ന 2 ആൾക്കാരാണ് ഇതിന് നോബൽ പ്രൈസ് വഴി ഇത് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇതിൽ തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ് സാധാരണ ബ്രെയിനും അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഇതൊരു ന്യൂസ് കട്ടിങ് തന്നെയാണ്. അപ്പൊ അതൊന്ന് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഈ ഒരു ബേസിൽ ഇത്ര കാര്യം ഇതിൽ അറിഞ്ഞാൽ മതി, കൂടുതൽ വായിക്കാൻ പോകണ്ട. ഇനി നമ്മുടെ PSC ഒക്കെ പഠിക്കുവാണെങ്കിലാണ് നമ്മൾ ഇത് ആരാ ഉണ്ടാക്കിയത്, ആ ഒരു ഭയങ്കര ഫാക്ച്വലായിട്ട് പോകേണ്ടത്. ഫാക്ച്വൽ ആവരുത് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഫാക്ച്വൽ ആവണം, എന്നാൽ പിന്നെ ഓവറായിട്ട് ഫാക്ച്വൽ ആവരുത് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ ആൾക്കാരുടെ പേര് ബൈ ഹാർട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഉദ്ദേശം നമുക്ക് അവരെന്ത് ചെയ്തു, അവരുടെ ആ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോ ജോൺ ഹോഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രക്ചർ ദാറ്റ് ക്യാൻ സ്റ്റോർ ആൻഡ് റീകൺസ്ട്രക്ട് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാനും റീകൺസ്ട്രക്ട് ചെയ്യാനും ഉള്ള ഒരു ഫിനോമിനനാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇനി അതേപോലെ ഹിൻടന്റെ ആണെന്നുണ്ടെങ്കിലോ, ജനറേറ്റ് ന്യൂ ഡാറ്റ ബേസ്ഡ് ഓൺ ഡാറ്റ ഫെഡ് ഇൻ ടു ഇറ്റ്. അതേ സാധനത്തിലോട്ട് ഒരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ന്യൂ ജനറേഷൻ, നമ്മൾ ജനറേറ്റീവ് AI പോലത്തെ ഒരു സംഭവം പോലെ വരും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചൊന്ന് റെലവൻസ് കൊടുത്ത് വായിച്ചേക്കണേ. വേണമെങ്കിൽ എക്സ്ട്രാ റീഡിങ് ചെയ്തോ, ഒരു കുഴപ്പമൊന്നുമില്ല, വലിയ തെറ്റൊന്നുമല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും അറിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം.
ഓക്കെ, നെക്സ്റ്റ് കാര്യത്തിലോട്ട് പോയാലോ. ഇത് ഭാരത് ജൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഭാരത് ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആയിരിക്കും, ഇന്ത്യയിലെ കാര്യമാണ്. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഇനിഷ്യേറ്റീവ് വിച്ച് വിൽ ക്രിയേറ്റ് ജനറേറ്റീവ് AI. എന്താ ജനറേറ്റീവ് AI? നമ്മുടെ ChatGPT ഒക്കെ ഉണ്ടല്ലോ, ജെമിനി എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ജനറേറ്റീവ് AI കേട്ടോ. ജനറേറ്റ് ചെയ്ത് തരാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു കമാൻഡ് കൊടുത്ത പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന സാധനം അതിങ്ങനെ ജനറേറ്റ് ചെയ്ത് വരുന്നതിനാണ് ജനറേറ്റീവ് ആയിട്ടുള്ള AI എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ക്യാൻ ജനറേറ്റ് ഹൈ ക്വാളിറ്റി ടെക്സ്റ്റ് ആൻഡ് മൾട്ടി മോഡൽ കണ്ടന്റ് ഇൻ വേരിയസ് ഇന്ത്യൻ ലാംഗ്വേജസ്. ലാംഗ്വേജിൽ നമ്മൾ എന്തെങ്കിലും കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് വരികയാണ്? ഹൈ ക്വാളിറ്റി ടെക്സ്റ്റ് ആൻഡ് മൾട്ടി മോഡൽ കണ്ടന്റ്. അത് മൾട്ടി മോഡൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? പല ഇത് ടെക്സ്റ്റ് മാത്രം അല്ലാതെ പിക്ചേഴ്സ് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വരാനുള്ള രീതിയിലുള്ളൊരു സംഭവമാണ്. ഇനി ഇതിൽ നമുക്ക് ഇതൊന്നും വേണമെന്നില്ല. നമുക്ക് എന്താ വരണം? ആരെ ഡെവലപ്പ് ചെയ്ത്? IIT മദ്രാസ് അണ്ടർ ദി നാഷണൽ മിഷൻ ഓൺ ഇന്റർ ഡിസിപ്ലിനറി സൈബർ ഫിസിക്കൽ സിസ്റ്റം. റെലവൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. 50-50 കൂടെ വെച്ചായിരിക്കും, നമുക്ക് ഓവറായിട്ട് വേണ്ട. നമുക്ക് എന്താണ് ഭാരത് ജൻ പ്രോഗ്രാം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി മൾട്ടി ലിംഗ്വൽ ആൻഡ് മൾട്ടി മോഡൽ നേച്ചറാണ്. ഏത് ലാംഗ്വേജും പോകുന്നു പറയില്ല. ഇന്ത്യൻ ലാംഗ്വേജ് ഏത് വേണമെന്നുണ്ടെങ്കിൽ പോകുന്നു പറയണ്ടേ. ഇന്ത്യൻ ലാംഗ്വേജ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഷെഡ്യൂൾഡ് ലാംഗ്വേജ് ഒന്നും പറഞ്ഞിട്ടില്ല. തൽക്കാലം അത് ഓർത്ത് വെക്കണേ. ഇനി ഭാരതീയ ഡാറ്റ സെറ്റ് ബേസ്ഡ് ബിൽഡ് ആൻഡ് ട്രെയിനിങ്. ഓക്കെ, ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ്. പിന്നെന്താ, കംപ്ലീറ്റ് ഇൻ 2 years എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വിഷയമല്ല. ഞാനിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇതിന് ഭാരത് ജന്റെ സ്ട്രാറ്റജിക് പില്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ വായിച്ചോട്ടെ വിചാരിച്ചിട്ട് അതൊക്കെ ആഡ് ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ വായിച്ചോളൂ എന്നുള്ള രീതിയിൽ ഞാൻ പറയുള്ളൂ. അതല്ലാതെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വായിച്ചേ പറ്റുള്ളൂ, ഇത് പഠിച്ചേ പറ്റുള്ളൂ, ഇതിൽ വിട്ടൊരു കളി പാടില്ല. ഓക്കെ, അടുത്തതിൽ പോലോ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. എന്താണ്? ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി. ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി എന്തായിരിക്കും? പേര് തന്നെ ഇല്ലേ, ഫേസ്. ആ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സ് വെച്ച് റെക്കഗ്നിഷൻ ടെക്നോളജി പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. ഇതിലെന്താണ്? നീതി ആയോഗ് റിലീസ് വൈറ്റ് പേപ്പർ. അതാണ് വൈറ്റ് പേപ്പർ എന്താണെന്നൊക്കെ അറിയാൻ വിശ്വസിക്കുന്നേ. റെസ്പോൺസിബിൾ ഫോർ ഓൾ ഓൺ ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി. അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നത്. അതായത് നീതി ആയോഗിന്റെ ഒരു ഇനീഷ്യേറ്റീവ് അല്ലേ, അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്ത ഒരു സംഭവം അല്ലേ. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ വിട്ടുകളയണോ? പാടില്ല. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? which allows identification or verification of a patient based on certain images or video data using complex algorithm. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചിത്രം നോക്കിയേ. ഇതിലിപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പിക്ചർ, നമ്മുടെ ഫോട്ടോ, ആ സംഭവം എന്താണ്, ആ ടെക്നോളജി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യും. അതിനുശേഷം ആ ഫേഷ്യൽ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് നോക്കും. എന്നിട്ട് നമ്മുടെ ആ സിസ്റ്റത്തിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആ ഒരു ഡാറ്റ എക്സിസ്റ്റിംഗ് ആയിരിക്കുമല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്ത് മാച്ച് ചെയ്ത് തുടങ്ങും. നമ്മുടെ ഫോണിലൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ ഒരു ഫേസ് അൺലോക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജി, അതുപോലെ തന്നെ ഒരു ടെക്നോളജി തന്നെയാണത്. അതുപോലെ തന്നെയല്ല, അത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആ ഒരു വർക്കിംഗ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി 2 പേർപ്പസ് ഉണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റൊക്കെ എളുപ്പമല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. പക്ഷെ ഇതൊന്ന് നോട്ട് ചെയ്യണേ. 1:1 വെരിഫിക്കേഷൻ ഓഫ് ഐഡന്റിറ്റി. 1-on-1 എന്നുള്ള രീതിയിലും പറയും. ഇത് ഫോൺ അൺലോക്ക് ചെയ്യാൻ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഫോൺ നോക്കിയിരിക്കുന്ന സംഭവം. എന്നാൽ വേറൊന്നുണ്ട്, എന്താ 1-N അല്ലെങ്കിൽ 1:N ഐഡന്റിഫിക്കേഷൻ ഓഫ് ഐഡന്റിറ്റി. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എൻറ്റയർ ഡാറ്റാബേസ് ടു ഐഡന്റിഫൈ ദ പേഴ്സൺ ഇൻ ദി ഫോട്ടോഗ്രാഫി. അതായത് നമ്മുടെ കയ്യിൽ ഒരുപാട് ഡാറ്റ ഉണ്ട്. അതിൽ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എങ്ങനെയാണെന്നറിയോ, ഫോണിൽ ഇപ്പോൾ നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആരുടെ മാത്രമേ ഫോട്ടോ വെക്കുന്നുള്ളൂ. ചിലപ്പോൾ എൻ്റെതുണ്ടാവും, ചിലപ്പോൾ ഇനി ആരുടെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ആരുടെങ്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ വെക്കാൻ പറ്റും. എന്നാൽ അത് 1-1, അതായത് അതിനകത്ത് ഒരാളുടെ കാര്യമേ ഉള്ളൂ, അതിൽ കൂടുതലില്ല എന്നുള്ള രീതിയിൽ. ഈ 1-N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റ ഉണ്ട്, ഇതിനകത്ത് ഒരുപാട് ഡാറ്റ ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ഞാൻ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, പോയി ഡിറ്റക്ട് ചെയ്യും. ഈ ഡാറ്റാബേസിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്യും, എവിടെയാണ് എൻ്റെതുള്ളത് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അതിനകത്ത് ഉണ്ടെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യും, അതിനകത്ത് ഇല്ലെങ്കിലോ പോവും. അത് അങ്ങനത്തെ ഒരു സംഭവമാണിത്. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ. 1:1 1:N എന്നുള്ള രീതിയിലുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കണേ. പിന്നെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇത് ഇന്ന് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡീപ്പ് ഫേക്ക്. പണ്ട് കാലത്ത് ഈ മോർഫിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇഷ്യൂ ഉള്ള സംഭവമാണ്. ഇന്ന് ആ മോർഫിങ്ങിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ളൊരു വേർഷനാണ് എന്ത് പറയുന്നത്, ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ വന്നിരിക്കുന്നത് കണ്ടോ, അത് ആരാണ് ശരിക്കും? നമ്മുടെ രശ്മിക മന്ദാനയല്ലേ ശരിക്കും? അങ്ങനെ പുള്ളിക്കാരിയാണോ? അല്ലല്ലോ. അതാണ് ഡീപ്പ് ഫേക്ക്. അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ചിത്രം കണ്ടാൽ മനസ്സിലാക്കണം. ആ ശരിക്കും അപ്പുറത്തുള്ള ആളുടെ ഫേസ് ഇയാളുടെ ഫേസുമായിട്ട് എന്ത് ചെയ്യാണ്, സൂപ്പർ ഇമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ചില ഫീച്ചേഴ്സൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോഴാണ് ഈ പറഞ്ഞ
രശ്മിക മന്ദാനയായിട്ട് മാറുന്നത്. ശരിക്കും ഇവിടെ അതെങ്ങനെ നടക്കുന്നു എന്നുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു ഫേസ്, നമ്മുടെ ഒറിജിനൽ ഫേസ് എന്ന് പറയുന്നുണ്ട്. ആ ഫേസിലെ കാര്യങ്ങൾ ആദ്യമേ എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ആ ഫേസിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് വേണം എന്നുള്ള റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം മറ്റൊരു ഫേസിൻ്റെ ഏതൊക്കെ ഫീച്ചേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളതും കൂടെ ചേർത്തിട്ട് ഒരു കമ്പൈൻഡ് സാധനം കൊണ്ടുവരികയാണ്. മിക്കവാറും എക്സ്പ്രഷൻസ് ഒക്കെ നമ്മളിപ്പോൾ ഈ സ്നാപ്ചാറ്റിലൊക്കെ ഉള്ളൊരു പരിപാടിയല്ലേ ഈ പറഞ്ഞത്. സ്നാപ്ചാറ്റിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ മുഖത്തൊരു സങ്കടം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ സങ്കടത്തിന് വരച്ചിരിക്കുന്ന, വെറുതെ ചിരിക്കുന്ന ഒരു സംഭവം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു എ ഐൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ഈ ഡീപ്പ് ഫേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഇത് കൂടുതലും മിസ്യൂസ് ആണ് ചെയ്യുന്നത്. നല്ല യൂസസ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനേക്കാളും കൂടുതൽ എവിടെയാണ് 99% ഇത് മിസ്യൂസ് ചെയ്യാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഇതൊരു മേജർ കൺസേൺ ഓഫ് AI ആണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ എന്താ കൊടുത്തേക്കുന്നത്, സിന്തറ്റിക് മീഡിയ ഇൻക്ലൂഡിങ് ഇമേജ്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതും ശ്രദ്ധിക്കണം. ഇമേജ് മാത്രമല്ല വീഡിയോസും ഓഡിയോസും ഡീപ്പ് ഫേക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ജനറേറ്റഡ് ബൈ AI, പിന്നെ പോർട്രേ സംതിങ് ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി ഓർ ഇവൻറ്റ്സ് ദാറ്റ് ഹാവ് നെവർ ഒക്കേർഡ്. ഇല്ലാത്ത കാര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദ ടേം ഡീപ്പ് ഫേക്ക് കമ്പൈൻസ് ഡീപ്പ്, എവിടെ നിന്ന് വരുന്നത്, നമ്മൾ ഡീപ്പ് മറ്റേ സംഭവം ഫ്രം ഡീപ്പ് ലേണിംഗ്, കണ്ടോ, ഡീപ്പ് ലേണിങ്ങും പിന്നെ ഫേക്ക് കള്ളത്തരം അല്ലേ, ഇല്ലാത്തൊരു സാധനമല്ലേ, അത് രണ്ടും കൂടെ ഡീപ്പ് ലേണിംഗ് ആണ് എടുക്കുന്നത്. മെഷീൻ ലേണിങ്ങിനകത്തുള്ള ഡീപ്പ് ലേണിംഗ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സബ്സെറ്റ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് പീപ്പിൾ ഹു ഡു നോട്ട് എക്സിസ്റ്റ്. ഇല്ലാത്ത ആൾക്കാരെ വരെ ഉണ്ടാക്കാൻ കഴിയും. ഇറ്റ് ക്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫേക്ക് റിയൽ പീപ്പിൾ സേയിങ് ആൻഡ് ഡൂയിങ് തിങ്സ് ദേ ഡിഡ് നോട്ട് സേ ഓർ ഡു. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ രശ്മിക മന്ദാനേൻ്റെ ഒരു കേസ് ഒരു ചർച്ചയായിരുന്നു. ചിലപ്പോൾ ഈ പറഞ്ഞ ഗോസിപ്സിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് അറിഞ്ഞു വെച്ചുള്ളൊരു കാര്യമായിരിക്കും. ഈ പുള്ളിക്കാരുടെ മാത്രമല്ല, പല കാര്യങ്ങളും ഡീപ്പ് ഫേക്ക് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് കൃത്യമായിട്ടറിയില്ല, പക്ഷെ ഞാനൊന്ന് ഓർത്ത് വെച്ചൊരു സംഭവമാണ്, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇതിൽ ഞാൻ ഒതൻറ്റിസിറ്റി ഒന്നും പറയുന്നില്ല, ചിലപ്പോൾ വേറെ ഏരിയ ടെക്നോളജി ആയിരിക്കും. നമ്മുടെ ഈ സംഭവമല്ലേ സിനിമ രേഖാചിത്രം, ഈ രേഖാചിത്രത്തിനകത്ത് മമ്മൂട്ടിയെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന വേറെ ടെക്നോളജി ആണെന്നാണ് കേട്ടേക്കുന്നത്. പക്ഷെ ഞാൻ തൽക്കാലം പഠിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ഓർത്ത് വെച്ചേക്കുന്നത് മറ്റൊരു പുള്ളിക്കാരനെ വെച്ചിട്ട് ആ പുള്ളിക്കാരൻ്റെ ഫീച്ചേഴ്സ് മമ്മൂട്ടിയെ പോലെ മാറ്റിയെടുത്തേക്കുന്നത്, ആ രീതിയിൽ ഞാൻ പഠിച്ചു വെച്ചു. എനിക്കതാണ് എളുപ്പം, എനിക്ക് മനസ്സിലാവേണ്ട രീതി എന്താണെന്ന് നോക്കിയാൽ പോരെ. ആ ഡീപ്പ് ഫേക്ക് ആണെന്നുള്ള വിചാരിച്ചോ, ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതോട്ട് ഇരുന്നോട്ടെ, എനിക്കത് വിഷയമല്ല. ഓക്കെ, ഇനി അടുത്തത് സാറ എന്താ ചെയ്യുന്നത്. സാറ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, സാറ ആ പിക്ചറിനകത്തുള്ളതാണ് സാറ എന്ന് പറഞ്ഞാൽ WHO നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പ്രൊമോട്ടർ പ്രോട്ടോടൈപ്പാണ്. അതായത് ഒരു AI ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഈ സാറയുടെ ഫുൾ ഫോം ഉണ്ട്, സാറ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫുൾ ഫോം എന്നിട്ട് സ്മാർട്ട് AI റിസോഴ്സ് അസിസ്റ്റൻസ് ഫോർ ഹെൽത്ത്. ആ പേര് തന്നെ കാര്യങ്ങൾ മുഴുവനുണ്ടല്ലോ. എന്തെന്ന് ചെയ്യുന്നതെന്ന്, WHO തന്നെ ഒരു ഹെൽത്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് റിസോഴ്സ് അസിസ്റ്റൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ സാറ. ഓക്കെ, സാറയുടെ ഇതൊരു ജനറേറ്റീവ് AI ആണ്. കാരണം നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് ജനറേറ്റ് ചെയ്ത് തരിക. ഹെൽത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള എന്താണ് നമ്മൾ ചോദിക്കുന്നത് അത് അതിനനുസരിച്ചുള്ള ഉത്തരം ഇങ്ങോട്ട് തരികയാണല്ലോ. ജനറേറ്റീവ് ആയിട്ടുള്ള AI ആണ്. വീണ്ടും ഓർക്കുക, ഇതൊക്കെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, പേര് PSC ആണോ ഇതൊരു ഫുൾ ഫോം ചോദിക്കാനായിട്ട് ചോദിച്ചേക്കാം. ഇൻ കേസ് ഇനി ചിലപ്പോൾ സാറാന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നല്ലതാണ്, നടക്കട്ടെ. ഇനി ഇൻഫർമേഷൻ മേജർ ഹെൽത്ത് ടോപ്പിക്സ് ഇൻക്ലൂഡിങ് എന്തുണ്ട്, മെൻ്റൽ ഹെൽത്തും കൂടെ ഉണ്ട്, അതുപോലെ ഹെൽത്തി ഹാബിറ്റ്സിൻ്റെ കേസും ഉണ്ട്. ഇതൊരു എവിടെയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ AI-ൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചൊരു ചോദ്യം എനിക്ക് PYQ ആണെന്നാണ് വിശ്വാസം. അതിനകത്തൊരു ചോദ്യം പല 5 6 എന്തോ ഇതുണ്ടായിരുന്നു, AI-ൻ്റെ യൂസ്, പൊട്ടൻഷ്യൽ യൂസ് എന്ന് പറഞ്ഞു. പൊട്ടൻഷ്യൽ യൂസ് അല്ല, ഇപ്പം നടക്കുന്ന യൂസ് എന്നുള്ള രീതിയിൽ അതിൽ ഒരു ഇതായിരുന്നു ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ്, കാരണം ഇന്നിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ AI-നോട് ChatGPT പോയിട്ട് ചോദിക്കാമല്ലോ, കറക്റ്റ് ആവണം നിർബന്ധമില്ല, വേണമെങ്കിൽ അത് പറയാം. അതാണ് ഉദ്ദേശം. നമുക്കിപ്പോൾ നല്ല ഡയറ്റ് ഒന്ന് പറഞ്ഞു തരൂ എന്നുള്ള രീതിയിൽ, എനിക്കിങ്ങനെ ഒരാളാണ് ഡയറ്റ് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരില്ലേ, അത് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് കംപ്ലീറ്റ് അറിഞ്ഞിട്ടാണോ അത് പറയുന്നത്? അല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നതിനനുസരിച്ച് എനിക്കൊരു ഉത്തരം കിട്ടുന്നുണ്ട്. ആ ഉത്തരം കിട്ടുന്നത് ശരിക്കും ഹെൽത്തിയാണ്, അതെൻ്റെ ഹെൽത്തുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് സെക്കൻഡ് ആയിട്ടുള്ളൊരു കാര്യം. അത് വേറൊരു കേസാണ്, മെഡിക്കൽ എത്തിക്സിൻ്റെ കേസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്തി ഹാബിറ്റ്സ് പറഞ്ഞു തരാനായിട്ടോ അതിന് കഴിവുണ്ടോ?
ഉണ്ട്. അതല്ലേ നമുക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. ഇനി മെൻ്റൽ ഹെൽത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ അപ്പോൾ അതിനടുത്ത് പോയി പറയും എനിക്ക് ഭയങ്കര സങ്കടം തോന്നുവാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എനിക്കൊരു ഡിപ്രസീവ് സൈക്കിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് ഉത്തരം തരുമല്ലോ. അതും മോസ്റ്റ് പ്രോബബ്ലി ശരിയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ലൈക്ക് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് കിട്ടുന്ന അത്രയും എഫക്റ്റീവ് അതിന് കിട്ടുമോ? ഇല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതിൽ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. നമുക്ക് AI ഉപയോഗിച്ചിട്ട് മീനിങ് ഫുൾ ഷോർട്ട് സ്റ്റോറീസും പോയംസും എഴുതാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. AIക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതാൻ പറ്റും. മീനിങ് ഫുൾ ഉദ്ദേശിക്കുന്നത് വാക്കിലെ മീനിങ് അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു കവിത എഴുതി തരുന്നുണ്ട്. ആ കവിതയ്ക്ക് അർത്ഥവത്തായി നമ്മളിപ്പോൾ പറയില്ലേ, നമ്മുടെ പണ്ട് കാലത്തെ PB ശൈലീൻ്റെ ഒക്കെ പോയംസ് ഒക്കെ വായിച്ചു വരും. ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ പോയംസ് ഒക്കെ വായിക്കുന്നവർക്കൊക്കെ അറിയാം. PB ശൈലി എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പോയംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫീലുള്ളൊരു സംഭവമാണ്. നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് അത്രയും ഫീൽ ഉണ്ടോ എന്നറിയില്ല. അതിൻ്റെ ഡെപ്ത്ത് ഓരോ വാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഡെപ്ത്ത് ഫീൽ ചെയ്യും. അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇതിന് പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിന് പറ്റില്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരുന്നു, ബാക്കിയെല്ലാം ശരിയായിരുന്നു AIയുടെ യൂസിൽ. ഓക്കെ, വീണ്ടും ഒരു ആഡ് ഓൺ കൂടെ തരാം. നമ്മൾ കാലങ്ങളായിട്ട് കേൾക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എന്താണ് ഈ പറഞ്ഞ എല്ലാ സയൻസിൻ്റെയും അപ്ലിക്കേഷൻ ചോദിച്ചാൽ എല്ലാം ഓൾ ദി എബോവ് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു പ്രൂഫും കൂടിയാണിത്. കാരണം അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? അത്രയും പൊട്ടന്മാരാണ് UPSC ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത്. അല്ല മക്കളെ, അവർ ഈ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ ലോജിക്ക് എല്ലാവരും ഓൾ ദി എബോവ് മാർക്ക് ചെയ്യും എന്നുള്ളത് വരെ കേട്ടിട്ട് അതിനനുസരിച്ചിട്ട് വരെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അങ്ങനെ ഓർക്കല്ലേ, എപ്പോഴും ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ബുദ്ധി ഉപയോഗിക്കുക, കോമൺ സെൻസ് ഉപയോഗിക്കുക, ഒരു വാക്കും ഒന്ന് സ്ട്രെസ് ചെയ്ത് വായിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവേ. അടുത്തെന്താണ്? സംഘം ഡിജിറ്റൽ ട്വിൻ. ആ പേര് തന്നെ കാര്യമുണ്ടേ, സംഘം. ഇപ്പോൾ ഏകദേശം ക്ലിയർ ആവേണ്ടതാണ്. ഇനി നമുക്ക് എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളാബറേറ്റീവ് ലീപ് ടുവേർഡ്സ് റീഷേപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്ങും അവർ ഡിസൈനിങ്ങും നടത്താൻ വേണ്ടിയിട്ട് ഒരു ടൗണ് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമുക്കൊരു സിറ്റി ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പുതിയ ടെക്നോളജീസ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഡിസൈനിങ്ങും പ്ലാനിങ്ങും അതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടെക്നോളജിയാണ് ഡിജിറ്റൽ ട്വിൻ. പേരും അതും തമ്മിൽ വലിയൊരു ബന്ധം തോന്നില്ല അല്ലേ. ഡിജിറ്റൽ ട്വിൻ ആൻഡ് നെക്സ്റ്റ് ജെൻ കമ്പ്യൂട്ടേഷണൽ ടെക്നോളജീസ് വിത്ത് ദ കളക്റ്റീവ് ഇൻ്റലിജൻസ് ഓഫ് പബ്ലിക് എൻറ്റൈറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻസ്, ടെക് ജയൻസ്, സ്റ്റാർട്ടപ്സ്, അക്കാഡമീഷ്യ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഞാൻ അത്രയും വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിലേ, നമുക്കൊരു വലിയൊരു പ്രൊജക്റ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പല ഫീൽഡിലുള്ളവരും അവരവരുടേതായ രീതിയിലാണ് ഇരുന്നിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ അത് കൊളാബറേറ്റ് ചെയ്യണം. ഇതിനേക്കാളും എളുപ്പമല്ലേ എല്ലാം കൂടെ ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ ആ ടെക്നോളജിക്ക് കൊടുത്തിട്ട് എല്ലാ പെർസ്പെക്റ്റീവ്, ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. കോസ്റ്റ്, എൻവയൺമെൻറ്റ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോസ്റ്റ് നോക്കണം, എൻവയൺമെൻറ്റ് നോക്കണം. നമ്മുടെ ഇപ്പോൾ ഈ കേരളയിൽ ഒരു സിൽവർ ലൈനിൻ്റെ ഒക്കെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയൺമെൻറ്റൽ കേസ് പറയുന്നുണ്ട്. അതിൽ കോസ്റ്റ് എസ്കലേഷൻ ഏകദേശം 1 lakh അടുത്തൊക്കെ 1 lakh crore അടുത്ത് ചിലവാകുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. ഇപ്പോൾ ഒരാളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത് ശരിയായിരിക്കാം, മറ്റൊരാളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ തെറ്റായിട്ടാവുമല്ലോ. അപ്പോൾ പലർക്കും പല പെർസ്പെക്റ്റീവ് ഉണ്ട്. ഈ എല്ലാ പെർസ്പെക്റ്റീവ്സും എന്ത് ചെയ്യണം, നമ്മൾ ടെക്നോളജിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സംഘം ഡിജിറ്റൽ. സിമ്പിൾ അല്ലേ? അത്ര ഓർത്താൽ മതി. എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ, എല്ലാ അവൈലബിൾ ടെക്നോളജീസും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനിങ്ങിലേക്ക് കൊണ്ടുവരാണ്. ഇറ്റ് ഈസ് എ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 2 stages. 2 സ്റ്റേജ് ഉണ്ട്. വൺ ഓഫ് ദ മെയിൻ സിറ്റീസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി ഫോർ ക്ലാരിറ്റി ഓഫ് ഹൊറൈസൺ ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്ലോറേഷൻ ഓഫ് ടു അൺലീഷ് പൊട്ടൻഷ്യൽ. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ആദ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയും അടുത്ത പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷനുമാണ്. ഈ 2 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. 2 സ്റ്റേജാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യുക, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് ഫ്യൂച്ചർ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. വിഷൻ 2047 ആയിട്ടുള്ള ഒരു വിഷൻ തന്നെയാണ്, വിഷനായിട്ടുള്ള വിഷൻ. ഓക്കെ, സംഘം ബ്രിങ്സ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കണ്ടോ, പറഞ്ഞില്ല, നമ്മൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരികയാണ്, ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശമാണ്. ആക്ച്വലി ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. മറ്റേ 1 word ആയിട്ടില്ലേ, സംഘം ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ഈസ് റിലേറ്റഡ് ടു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാവുന്നേ ഉള്ളൂ. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ജനറിക് ആയിരിക്കും, ഭയങ്കര ജനറലായിട്ടും സിമ്പിളായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും. അതുകൊണ്ട് ഇതൊന്നും വിട്ട് കളയരുത് കേട്ടോ. ഓക്കെ,
ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ. അടുത്തത് പറഞ്ഞാൽ എന്താ, ഭാഷിണി എന്ന് പറയുന്ന സംഭവമാണ്. ഈ ഭാഷിണി എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമുള്ളൊരു കാര്യം. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ലാംഗ്വേജ് വാറൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. 3 ലാംഗ്വേജ് പോളിസി, 2 ലാംഗ്വേജ് പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദി ഇമ്പോസിഷൻ ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നൊരു സമയം. ആക്ച്വലി ഈ ടെക്നോളജിയുടെ സമയത്ത് പോലും നമ്മൾ എന്തിനാണ് ഈ ലാംഗ്വേജ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളൊരു വാക്കും അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലേക്കും ഒരു ചർച്ചയിലേക്കും പോകുന്നതെന്ന് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട സമയമാണ്. കാരണം ഈ ഭാഷണി എന്ന് പറഞ്ഞൊരു ആപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ഇരിക്കുന്നു, ഞാൻ അവിടെ മലയാളത്തിലാണ് സംസാരിക്കുന്നത് അല്ലേ. അതേ സമയത്ത് നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് മലയാളം മനസ്സിലാവാത്ത ഒരാളാണ് സങ്കല്പിച്ചോ. ഇതിനിടയിൽ എന്ത് ചെയ്യുന്നു, ഈ ഭാഷണി എന്ന് പറഞ്ഞൊരു ആപ്പ് വെച്ചേക്കുവാണ്. അതെന്ത് ചെയ്യും, ഞാൻ പറയുന്ന മലയാളം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലേക്കാണോ വേണ്ടത്, ഇൻ കേസ് നിങ്ങൾ അവിടെ ഇരിക്കുന്നവർക്ക് ഹിന്ദിയിലാണ് വേണ്ടതെന്ന് വിചാരിച്ചോ, ഞാൻ പറയുന്ന മലയാളം എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ഹിന്ദിയിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, തർജ്ജമ ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, അത് കണ്ടില്ലേ, ആ ഒരു എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇതാണ് അവിടെ നടക്കുന്ന പരിപാടി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലാംഗ്വേജ് പഠിക്കുന്നു അല്ലെങ്കിൽ ഈ ടെക്നോളജിയുടെ സമയത്ത് ഈ 10ഉം 12ഉം ലാംഗ്വേജ് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പഠിക്കാതെ, എനിക്കിഷ്ടമാണ്, ഞാൻ ഒരുപാട് ലാംഗ്വേജ് പഠിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ചിലർക്ക് താല്പര്യമില്ല, ഉള്ള ലാംഗ്വേജേ പഠിച്ച് പാസ്സാവാൻ സമയമില്ല, അപ്പോഴാണോ ഇനിയും കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിലാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് എന്താണ് ഇതിൽ ഉദ്ദേശിച്ചത്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കണം എന്നാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഇവിടുന്ന് നോർത്ത് ഇന്ത്യയിൽ പോയാലോ നോർത്ത് ഇന്ത്യൻസിൽ ഇങ്ങോട്ട് വന്നാലോ എല്ലാവർക്കും ഹിന്ദി പറയണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് പോകുന്നത്. പക്ഷേ അത് ജോലിക്ക് ഞങ്ങൾക്ക് ഹിന്ദി ആവശ്യമുണ്ടോ, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പോരെ എന്നാണ് പലരും ചോദിക്കുന്നത്. ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. പക്ഷേ നമുക്ക് എന്തായാലും ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ ആവശ്യമുണ്ടോ എന്നാണ് മറ്റൊരു പെർസ്പെക്റ്റീവ് തന്നെ. നമുക്ക് മദർ ടങ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരാൾക്ക് പറയുന്ന മദർ ടങ് ചിലപ്പോൾ മലയാളമാണ്, ഇയാൾ പറയുന്നത് ഒരു ഹിന്ദി ആണെങ്കിൽ ഇതിനിടയിൽ നിൽക്കുന്ന ഈ ഭാഷണി എന്ന് പറയുന്ന ആളെന്ത് ചെയ്യും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യും. ഒരു പരസ്യം വരേണ്ടതിൻ്റെ ഇത് മറ്റേ ഫിലിപ്പീൻസിൽ ഒരാൾ പോയിട്ട് ഇംഗ്ലീഷിൽ പറയും, അപ്പോൾ ഫിലിപ്പീൻസിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഫിലിപ്പീൻസ് ആണോ ചൈനയാണോ എന്ന് എനിക്കറിയില്ലേ. ഇങ്ങനെ ഒരു പരസ്യമൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ അവർ തമ്മിൽ സ്നേഹം, നമുക്ക് സ്നേഹത്തിന് എന്തിനാണ് ഭാഷ എന്നുള്ള രീതിയിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിലല്ലത് വേറെ ഏതൊരു ഭാഷയിലായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഭാഷണി എന്ന് ഉദ്ദേശിക്കുന്നത് ഭാഷ ഇൻ്റർഫേസ് കേട്ടോ, ഇതിൻ്റെ ഫുൾ ഫോം ഫോർ ഇന്ത്യ, ഭാഷ ഇൻ്റർഫേസ് ഫോർ ഇന്ത്യ. അതാണ് ഈ ഭാഷും ഇവിടുത്തെ IN-ഉം ഇവിടുത്തെ ഇന്ത്യയുടെ IM, ഇങ്ങനെയാണ് ഭാഷണി വരുന്നത്. ഓക്കെ, ഇന്ത്യാസ് AI ആണ്, AI ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ പ്രോഗ്രാം. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ക്വസ്റ്റ്യൻ തെറ്റിക്കാനായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആവാം. എന്താണ്, നമുക്ക് ആകെ കൂടെ 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജ് മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലം. അങ്ങനെ ഓർക്കണേ, നമ്മുടെ ഇത് മാത്രം. പിന്നെന്താ, ഇതാണ് നാഷണൽ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ മിഷൻ, ആ പ്രോഗ്രാമിൻ്റെ കീഴിലുള്ളതാണെന്ന് ഓർക്കുക. പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഏതാ, ഡിജിറ്റൽ ഇന്ത്യ ഭാഷണി ഡിവിഷനാണ്, ഓർത്തോ. ഇനി ഡിവിഷൻ അണ്ടർ ഏതാണ്, മറ്റേ മെയ്ത്തി, നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇവിടെ ഈ പറയുന്ന ഒരുവിധം എല്ലാതും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും മെയ്ത്തി ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ബാസാദാൻ എന്താണെന്ന് അറിയില്ല കേട്ടോ, അതിങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നറിയില്ല. ബസാദാനോ ഏതെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അത് ബസാദാൻ എന്നായിരിക്കും അല്ലെങ്കിൽ ബാസാദാൻ എന്നായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇൻപുട്സ് കൊടുക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് കോൺട്രിബ്യൂട്ട് മൾട്ടിപ്പിൾ ക്രൗഡ് സോഴ്സിങ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ബാക്കി അത് നമുക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സംഭവം ആയിരിക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ചെയ്തില്ലല്ലോ, ചെയ്തു വരുമ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, നമ്മൾ ഉപയോഗിച്ചില്ലല്ലോ. അപ്പോൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ക്ലിയർ അല്ലേ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആട്ടോ, എനിക്കിത് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ ഭാഷണി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏതോ നോക്കിയാലോ, ജെൻകാസ് മോഡൽ. വീണ്ടും ഇത് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവണേ, ഗൂഗിളിൻ്റെ ആണ് ഒരു വെതർ ഫോർകാസ്റ്റിംഗ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു AI മോഡലാണ് ജെൻകാസ് മോഡൽ എന്ന് പറയുന്നത്. AIൻ്റെ ഒരു ഇത് ആരുടെയാണ്, ഗൂഗിളിൻ്റെ ആണ്, അത് ഓർത്താൽ മതി. വെതർ പ്രഡിക്ഷൻ മോഡലാണ്, മെഷീൻ ലേണിംഗ് AI അല്ലേ, നമുക്ക് കുഴപ്പമില്ല. പിന്നെ it uses a model approach similar to AI, ഇമേജ് ജനറേറ്റേഴ്സിൻ്റെ ബേസിസിലാണ് വരുന്നത്. പിന്നെ നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പാർട്ട് ഓഫ് ഗൂഗിളിൻ്റെ ആണെന്ന് പറയുന്നു. ഇനി ഇതിൽ ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇത് അറിഞ്ഞു വയ്ക്കാം. എന്താണ്, 15 days in just 8 minutes ആണ്. അതായത് വെതർ അടുത്ത 15 ദിവസത്തേക്കുള്ളത് വെതർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇവിടെ നിന്ന് 8 മിനിറ്റ് കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ അടുത്തായിട്ട് ഗൂഗിളിൻ്റെ പ്രഡിക്ഷൻസ് കുറച്ചൊക്കെ ശരിയായിരുന്നു. ഇന്നലെ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ ഈ വെയിലൊക്കെ കണ്ടപ്പോൾ ഈ ചൂടും കാര്യങ്ങളും കണ്ടപ്പോൾ മഴയൊന്നും വെയിലായിരിക്കും, പക്ഷെ നല്ലൊരു മഴ പെയ്തു. അപ്പോൾ മേ ബി അതിൻ്റെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം, അറിയില്ല. എന്തായാലും കുറച്ചൊക്കെ ഗുണമുണ്ട്. നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു സംഭവമാണ്. നല്ലതല്ലേ, പ്രളയം വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലേ.
ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ ഈ വർക്കിംഗ് ഉണ്ടല്ലോ, വർക്കിംഗ് ചുമ്മാ ഒന്ന് വായിച്ച് നോക്കണേ. റെലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ റെലവൻസ് ഒന്നുമില്ല, പക്ഷേ അറിഞ്ഞിരിക്കാൻ നല്ല രസമുള്ളതുകൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്തുകൊണ്ടാണ്. ഇത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ യൂറോപ്പിലുള്ള ഒരു ആർക്കൈവിലുള്ള ഡാറ്റ ഉണ്ടല്ലോ, കഴിഞ്ഞ 4 decades ആണെന്നും, അതെ 40 വർഷത്തെ, കഴിഞ്ഞല്ല ആ സമയത്തുള്ള 40 വർഷത്തെ വെതർ കംപ്ലീറ്റ് ഇതിന് ഫീഡ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു മെമ്മറിയുടെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെമ്പറേച്ചർ, പ്രഷറും, ഹ്യൂമിഡിറ്റിയും, വിൻഡ് സ്പീഡൊക്കെ വെച്ചിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് ഈ ഒരു പോർഷൻ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നില്ലേ. വർക്കിംഗ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് വെക്കണേ, ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഞാൻ മാർക്ക് ചെയ്തിരുന്നത് ഇതിലിപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ മാർക്ക് ചെയ്തില്ലേ, അതൊന്ന് നോക്കുന്ന നല്ലതാണ്. ആ പോർഷൻസാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾക്ക് തരുന്ന നോട്ടും ഒന്ന് വായിച്ചാൽ മതി. ഇനി അടുത്ത ഇതിലേക്ക് പോയാലോ, എയിൽ തന്നെ ഇഷ്ടം പോലെ എഐകൾ വന്നില്ലേ, നല്ല രസമല്ലേ. ഇനി അടുത്തത് മ്യൂൾ ഹണ്ടർ എ ഐ. എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് കേട്ടോ മ്യൂൾ ഹണ്ടർ എ ഐ എന്ന് പറയുന്നത്. മ്യൂൾ അക്കൗണ്ടുകൾ എന്താണെന്നറിയില്ലേ, അതായത് ഒരു വിശ്വസ്തൻ്റെ പേരിൽ ഒരു അക്കൗണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അതെന്ത് ചെയ്യുന്നു, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യണം. അതാണ് മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ. മ്യൂൾ എന്താണെന്നറിയില്ലേ നിങ്ങൾക്ക്, ഒരു ക്ലോൺ, ഒരു 2 സ്പീഷീസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായ ഒരു പുതിയൊരു സംഭവമല്ലേ. ആ മ്യൂള് എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ വിശ്വസ്തനായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാൾ സ്റ്റാർട്ട് ചെയ്തൊരു അക്കൗണ്ട് പോലെ ബാങ്കിലൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ആ അക്കൗണ്ടിനെയാണ് വിളിക്കുന്നത്. അത് എന്തിനു യൂസ് ചെയ്യുന്നു, മറ്റെന്തെങ്കിലും യൂസിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് മ്യൂൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മ്യൂൾ അക്കൗണ്ട്സ് ഒരു ഫ്രോഡലൻ്റ് ആക്ടിവിറ്റിയാണ്. മോസ്റ്റ്ലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്, മണി ലോണ്ടറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ മണി ലോണ്ടറിങ് തടയാൻ വേണ്ടിയിട്ട് RBIയും സെബിയും വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് RBIൻ്റെ നമ്മുടെ ഇന്നോവേഷൻ ഹബ്ബ് RBIH എന്ന് പറയുന്ന RBIൻ്റെ സബ്സിഡറീസ് ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഈ പറഞ്ഞ RBIH, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള. അവർ ഡെവലപ്പ് ചെയ്താണ് എന്ത്, മ്യൂൾ ഹണ്ടർ AI എന്ന് പറയുന്നത്. എന്തിനാ, മ്യൂൾ അക്കൗണ്ട്സ് തടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇമ്പോർട്ടൻ്റ് അല്ലേ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്കണോമി റിലേറ്റഡ് ആയിട്ടൊരു പെർസ്പെക്റ്റീവിൽ നോക്കാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് മ്യൂൾ അക്കൗണ്ട്സ് എന്താണ് വരുന്നത്, മ്യൂൾ അക്കൗണ്ട്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, സെബി ആണെന്നുള്ളത് തെറ്റി കൊടുക്കാം, അല്ലെങ്കിൽ RBI അതൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ്, അത് കളയരുത്, ഇത് വിട്ട് കളയരുത്, ഇത് വായിച്ചേ പറ്റൂ. ഇതിലൊരു ഇതും വേണ്ട, നിങ്ങൾ വിട്ടുവീഴ്ചയും ചെയ്യരുത് കേട്ടോ. ഇതിൽ AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ബേസ്ഡ് ടൂളാണ്. പിന്നെ അഡ്രസ് പ്രോബ്ലം ഓഫ് മ്യൂൾ അക്കൗണ്ട്സ്. മ്യൂൾ അക്കൗണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു, മ്യൂൾ അക്കൗണ്ട്സിനെ കേർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, മ്യൂൾ ഹണ്ടർ AI എന്ന് ഉദ്ദേശിക്കുന്നത്. മ്യൂൾ ഹണ്ടർ എന്ന് പറയുമ്പോൾ മറ്റേ മ്യൂളിനെ പോയി കൊല്ലാൻ ഉപയോഗിക്കുന്ന സംഭവമാണെന്ന് ഓർക്കല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആര് ഡെവലപ്പ് ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ RBIH ആണെന്ന് പറഞ്ഞു. പിന്നെന്താ, യൂട്ടിലൈസ് മെഷീൻ ലേണിംഗ് അൽഗോരിതം, ഡീറ്റെയിൽസ് അനലൈസ് ട്രാൻസാക്ഷൻ ഡാറ്റ ആൻഡ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ടു പ്രെഡിക്റ്റ് മ്യൂൾ അക്കൗണ്ട്സ്. അതൊരു പ്രെഡിക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്, അതിന് അക്യുറസി ഉണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഈ 2 പബ്ലിക് സെക്ടർ ബാങ്ക്സ് യൂസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഐ മീൻ സക്സസ്ഫുള്ളി നടന്നിട്ടുണ്ട്. ഏതാണെന്ന് തൽക്കാലം അവർ റിവീൽ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ കുറേ തപ്പി നോക്കി, ഏതൊക്കെ ബാങ്കാണെന്നുള്ളത് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ നല്ലൊരു കാര്യത്തിനായിരിക്കാം, അത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അതായത് പ്രശ്നമാകുമോ എന്ന് അറിയുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ഞാൻ കുറേ തപ്പി നോക്കി, ഒരു ന്യൂസിലും ഞാൻ വായിച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇനി വന്നിട്ടുണ്ടോ എന്നറിയില്ല. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം അതിനകത്ത് ഏതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി. നമുക്ക് ഓക്കെ, ഇത്രയും AIൻ്റെ കാര്യങ്ങളാണ് ഉള്ളത്. AI എന്താണെന്നും AIൻ്റെ യൂസസ് എന്താണെന്നൊക്കെ ഇത് വെച്ച് തന്നെ മനസ്സിലാക്കാമല്ലോ. എവിടേക്ക് യൂസ് ചെയ്തു, എവിടേക്കാണ് യൂസ് ചെയ്യാത്ത, നമ്മുടെ സാധാരണ ആൾക്കാർക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ വലിയ ആൾക്കാർ ഇപ്പോൾ RBI വരെ യൂസ് ചെയ്തിട്ടുണ്ട്. RBIൻ്റെ എക്കണോമിയുടെ പെർസ്പെക്റ്റീവിൽ യൂസ് ചെയ്തു, സോഷ്യലിൻ്റെ പെർസ്പെക്റ്റീവിൽ എല്ലാത്തിലും AI ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് റിയാലിറ്റി ആണ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് റിയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ AR, ഓഗ്മെന്റഡ് റിയാലിറ്റി. എവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി, നമ്മളിങ്ങനെ ചില ക്യാമറാസ് ഒക്കെ വെക്കുന്ന സമയത്ത് പുതിയ സാധനം, അത് നമ്മൾ ഈ ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് വേറൊരു സാധനം അവിടെ വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്നാപ്ചാറ്റിലൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ചില ഈ നാക്ക് ഇങ്ങനെ വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓഗ്മെന്റഡ് റിയാലിറ്റി AR ആണ് വരുന്നത്. ഓക്കെ, ഇത് മാറ്റി പറഞ്ഞില്ലല്ലോ. ഓക്കെ, വെർച്വൽ റിയാലിറ്റി മറ്റെന്തായിരുന്നു, അത് നമ്മളിങ്ങനെ കണ്ണട വെച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ് വെർച്വൽ റിയാലിറ്റി. അതുപോലെ തന്നെ മറ്റൊന്നാണ് മിക്സഡ് റിയാലിറ്റി. ഈ രണ്ടെണ്ണം കൂടെ മിക്സ് ചെയ്ത് വന്നതാണ്. വെർച്വൽ റിയാലിറ്റിയിലും അതുപോലെ തന്നെ ഒരു വെർച്വലി നമ്മളവിടെ ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റിയൽ വേൾഡിൽ ഒരു പുതിയൊരു സാധനം കൂടെ കൊണ്ടുവന്ന് വെക്കുന്ന സംഭവമാണ് മിക്സഡ് റിയാലിറ്റി. ഇനി ഇതിന്റെ എല്ലാം ഒരു കമ്പൈൻഡ് ഒരു പിക്ചറാണ് എന്ത് പറയുന്നത്, എക്സ്റ്റെൻഡഡ് റിയാലിറ്റി. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്, അത് ഓർത്താൽ മതി. ഇത് വലിയ റെലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇതിലിപ്പോ ഈ ഒരു ചിത്രം നോക്കിയാൽ മാത്രം മതി, മറ്റൊരു കാര്യം നോക്കണ്ട. ഇനി മറ്റൊന്നാണ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത്
നമ്മളെല്ലാവരും പറഞ്ഞാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ബിറ്റ് കോയിൻസ്, അതിന്റെ ബിറ്റ് കോയിൻ മൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര റെലവൻസിൽ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടൊരു സംഭവമാണ് ഇത്. ചില ആൾക്കാർ അവിടെ ഇരുന്ന് കൂട്ടത്തോടെ ഇരുന്നിട്ട് അവര് ഒരു നോഡ് ഉണ്ടാക്കി, ഈ എല്ലാവരും വിളിക്കുന്ന നോഡ്. അപ്പോൾ അവർ എന്തെങ്കിലും ഈ ബ്ലോക്കിൽ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോക്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ഇതിനകത്തിരിക്കുന്ന എല്ലാവരും, ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്ത്, എല്ലാവരും അവരുടെ പെർമിഷൻ കൊടുത്താൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരത്തുള്ളൂ. അപ്പൊ അതൊരു ഡീസെൻട്രലൈസ്ഡ് ആണ്, അതായത് എല്ലാവർക്കും അതിനുള്ള ആക്സസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എഡിറ്റബിൾ ഓപ്ഷൻസ് ഇല്ല. എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വേണമെങ്കിൽ പുതിയൊരു ഒന്നിനെ ആഡ് ചെയ്യാം, അതല്ലാതെ അമെൻഡ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുക, കൂടുതലും ഇതിന് ഫിനാൻഷ്യൽ അപ്ലിക്കേഷൻ ആട്ടോ വരുന്നത്. എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സിസ്റ്റം, എല്ലാ സിസ്റ്റവും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമില്ലേ, ഈ സിസ്റ്റത്തിനകത്ത് വന്നിരിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു അപ്രൂവൽ വേണം. ഈ അപ്രൂവൽ വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതായത് എല്ലാവരും അപ്രൂവ് ചെയ്യണം. അപ്പൊ ഈ ബ്ലോക്ക് ഓക്കെയാണ്, ഇതിലേക്ക് വരാം എന്നുള്ളത് അപ്രൂവൽ കൊടുക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ കൂട്ടത്തിനകത്തേക്ക് ഒരു പുതിയ ആളും കൂടെ കണക്ട് ചെയ്തു. ഇതുപോലെ ആ ട്രാൻസാക്ഷൻ ഡൺ. ഓക്കെ, അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത് കേട്ടോ. ഇതാണ് ഇതിന്റെ ബ്ലോക്ക് ചെയിൻ്റെ ഒരു കേസ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിനെ പറ്റി ഒന്ന് വായിച്ചേക്കണേ. അതിൽ നമുക്ക് ഈ പറഞ്ഞ Web 3.0, NFT ഇതൊക്കെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ വന്ന കാര്യങ്ങളല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ നമുക്ക് പുതിയൊരു ടോപ്പിക് ഇതിനകത്ത് വരുന്നുണ്ട്. എന്താണ്? വിശ്വാസ്യ നാഷണൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, അതിന്റെ ബേസിലുള്ള ഒരു സംഭവം. അതുപോലത്തെ ഒരു സംഭവമാണ് ബ്ലോക്ക് ചെയിൻ ആസ് എ സർവീസ്. ബ്ലോക്ക് ചെയിൻ ഒരു സർവീസ് ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരിക. ഇതിന്റെ കൂടെ ഗവൺമെന്റ് ഒരു സംഭവം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, NBF ലൈറ്റ് വെയ്റ്റ് ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം ആൻഡ് പ്രമാണിക്. ഇതിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രമാണിക്കിന്റെ ആയിരിക്കാം. അപ്പൊ നോക്കിയേക്കാം ഇതിന്റെ അപ്ലിക്കേഷൻസ് എന്താ. ഒരുവിധം എല്ലാത്തിലും ഉണ്ട്. ഈ സ്റ്റാമ്പ്സ്, ജുഡീഷ്യറി, IPS സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിലും ഉണ്ട്. ഫോറൻസിക്കിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേക്കാം. നമുക്ക് ഈ പ്രമാണിക് എന്താ നോക്കാം. പ്രമാണിക് എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് മൊബൈൽ ആപ്പ് ഓതന്റിസിറ്റി. ഒരു മൊബൈൽ ആപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓതന്റിസിറ്റി വെരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രമാണിക് എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്തേക്കണേ. അത് എന്താ യൂസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ നാഷണൽ ബ്ലോക്ക് ചെയിൻ്റെ ഒരു ഇതാണ്. ഇനി IoT ഡിവൈസ് സെക്യൂരിറ്റി മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഡോക്യുമെന്റ് ചെയിൻ, നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, വില്ലേജ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു പോകാറില്ലേ, അതിനൊക്കെ പറ്റിയുള്ള ഒരു സംഭവം അതും വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇനി നാഷണൽ ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്ക് എന്താണെന്ന് കൂടെ വെറുതെ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ പ്രമാണിക്ക് എന്താണെന്ന് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ബ്ലോക്ക് ചെയിൻ ആസ് എ സർവീസ് എന്താണെന്ന് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ പാർട്ടാണ്? വിശ്വാസ്യ നാഷണൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സ്റ്റാക്ക്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ ഹാവിംഗ്. ഓക്കെ, ഹാഫ് ആക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത് ബിറ്റ് കോയിൻ ഹാഫിംഗ്? ഇത് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു കേസാണ്. ബിറ്റ് കോയിൻ ഹാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ് കോയിൻ എന്താണെന്ന് അറിയാലോ, ഒരു തരത്തിലുള്ളൊരു കറൻസി ആണല്ലോ. ഈ പറഞ്ഞ കറൻസിയെ ഇതിന്റെ ബേസിക്സ് ഒക്കെയാണ് കൊടുത്തത്. നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എത്ര ഇയർ ആണെന്ന് കൊടുത്തത്, ഒരു ഇയറിന്റെ ഒരു 2041 ആവുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ കുറയുന്ന ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഇൻ കേസ് ഇത് ഓർത്തേക്ക്, ഇങ്ങനെ ബിറ്റ് കോയിൻ കിട്ടുന്നത് മൈനിങ് ആണ് അല്ലേ. മൈനിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ പസിലൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്താണ് ഒരു ബിറ്റ് കോയിൻ എങ്കിലും നമുക്ക് കിട്ടുന്നത്. ആ ബിറ്റ് കോയിന്റെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അതിനൊരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ ഇപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ഇത് സോൾവ് ചെയ്ത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താവും, ഇതിന്റെ വാല്യൂ അങ്ങ് ഇടിയാൻ തുടങ്ങും. അതായത് ഇപ്പൊ നമ്മൾ തന്നെ മണി സപ്ലൈ ഒരുപാടായി കഴിഞ്ഞാൽ എന്താണെന്നാ പറയാ, ഇൻഫ്ലേഷൻ കൂടും. അല്ലെങ്കിൽ മണിക്ക് വലിയ കുറേ പൈസ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ, വിലയില്ലാതാവും. അതുപോലെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇത് സോൾവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താവും, വിലയില്ലാതാവും, അതിന്റെ വാല്യൂ ഇല്ലാതാവും. അതുപോലെ തന്നെ ഇതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് ബിറ്റ് കോയിൻ ഹാഫിങ്ങിന്റെ കേസിൽ നമുക്കിപ്പോൾ വാല്യൂ എല്ലാവരും സോൾവ് ചെയ്യുന്ന സമയത്ത് വാല്യൂ കുറഞ്ഞു നിൽക്കുകയാണ്, വാല്യൂ കുറയാൻ ചാൻസ് ഉണ്ട്, കുറഞ്ഞു നിൽക്കുകയാണ് അല്ലെങ്കിൽ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഒറിജിനൽ വാല്യൂ ഒന്ന് പകുതിയാക്കി കുറയ്ക്കും. അങ്ങനെ പകുതിയാക്കി കുറയ്ക്കുന്ന സമയത്ത് എന്താവും, അതിനുള്ള ആൾക്കാർക്ക് അതിനുള്ള താല്പര്യം കുറയും അല്ലെ. താല്പര്യം കുറയുമ്പോൾ മൈനിങ് കുറയും. മൈനിങ് കുറയുമ്പോൾ എന്താവും, ബിറ്റ് കോയിൻസിന്റെ എണ്ണം കുറയും. ബിറ്റ് കോയിൻസിന്റെ എണ്ണം കുറയുമ്പോൾ പിന്നെ വീണ്ടും ആ ഒരു സൈക്കിൾ ഇൻക്രീസ് ചെയ്യാം, പിന്നെ അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതിന്റെ ഡിമാൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിമാൻഡ് കുറയുന്ന സപ്ലൈ കുറയുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, വാല്യൂ ഇൻക്രീസ് ചെയ്യും. വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് ബിറ്റ് കോയിൻ അങ്ങനെ ഒരു സൈക്കിളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് ബിറ്റ് കോയിൻ ഹാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഇനി ബ്ലോക്ക് ചെയിൻ ഈസ് ഡിസൈൻ സോ ദാറ്റ് ഹാവിംഗ് ഒക്കേഴ്സ് എവറി ഈ പറഞ്ഞ 210,000
ബ്ലോക്സ് ആഡ് ചെയ്യുന്ന സമയത്താണ് ഹാവിങ് നടക്കുന്നത്. എപ്പോഴാണ് നടക്കുന്നത്? എവറി 4 years. ഓക്കെ, ഇതാണ് പറഞ്ഞ ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, 4 വർഷം കൂടുമ്പോഴാണ് ബിറ്റ് കോയിൻ ഹാവിങ് നടക്കുന്നത്. ഓക്കെ, ഇതിന്റെ എന്താണ് കേസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ ന്യൂ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ വാല്യൂ ഇടിഞ്ഞു പോകരുത്, അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പറഞ്ഞ എക്കണോമിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ, എന്താ ഈ മണിയുടെ വാല്യൂ നിലനിർത്താൻ വേണ്ടിയിട്ട് RBI ചെയ്യുന്നുണ്ട്. RBIയുടെ മെയിനായിട്ട് മോണിറ്ററി പോളിസി യൂസ് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ കൊണ്ടുവരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു പരിപാടിയാണ്. പക്ഷെ ഇതെന്താ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് സംഭവമാണ്. നമ്മുടെ മുമ്പൊക്കെ മറ്റേ റെഗുലേറ്ററി ഒക്കെ പറഞ്ഞിട്ട് സംഭവമല്ലേ, ഡിപ്രിസിയേഷൻ എന്നൊക്കെ പറയാം, ഡീവാലുവേഷൻ ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ ഡിപ്രിസിയേഷൻ ആണെങ്കിൽ മുമ്പ് ഡീവാലുവേഷൻ, അപ്രിസിയേഷന്റെ പകരം എന്തായിരുന്നു റീവാലുവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. RBI സ്വയം ചെയ്യുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ ഇവരും ഇതിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് വാല്യൂ കൂട്ടുക, കുറയ്ക്കുന്നതുകൊണ്ട് ഡിമാൻഡ് കൂടുകയും അങ്ങനെ ഒരു സംഭവമായിട്ട് പോകുന്നതാണ്, ഒരു സൈക്കിളായിട്ട് നടക്കുന്നതാണ്. ഇനി മറ്റൊന്നാണ് എന്ത്, Web 3.0. ഓൾറെഡി ക്വസ്റ്റ്യൻ എക്സാമിന് വന്നതാണ്. ഈ Web 3.0യും Web 4.0യിലേക്ക് കടക്കാനുള്ള സമയമായി. അതുവരെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും അതിന്റെ എന്താണ് അതിന്റെ ഒരു ഫാക്ടർ എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്തായാലും ഒരു കാര്യം ഓർത്താൽ മതി, ഇപ്പോൾ ഉള്ളതിനേക്കാളും ബെറ്റർ ആയിരിക്കും, അങ്ങനെ ഓർത്ത് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതിൽ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട് 1ഉം 2ഉം 3ഉം തമ്മിലുള്ള കമ്പാരിസൺസ്. ഇതിൽ 4ൽ ഇത്രയും കാര്യങ്ങളെ വരുന്നുള്ളൂ, അത് എല്ലാം വരുന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഇപ്പൊ 3.0ൽ എന്തൊക്കെയാണ്? 3rd വേർഷൻ ആണ്. എല്ലാ കാര്യങ്ങളും നടക്കും. ഇപ്പോൾ NFTs, ബ്ലോക്ക് ചെയിൻ, ഇതൊക്കെ നടക്കണതാണ് ഈ പറഞ്ഞ കാര്യം. കണ്ടോ, ട്രാൻസാക്ഷൻ ഹാപ്പൻസ് ഇൻ ക്രിപ്റ്റോ ടോക്കൺസ്. മറ്റേ എന്തായിരുന്നു? കറൻസി ട്രാൻസാക്ഷൻ ആയിരുന്നു. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും ഉണ്ടോ? NFTs ഒക്കെ ഉണ്ട്. ഓക്കെ, ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് Web 3.0ൽ വരുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്നാൽ Web 4.0ലേക്ക് വരുന്ന സമയത്ത് ഇതിൽ മെറ്റാവേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ BCI നമ്മളിത് പറയാൻ പോവാണ് കേട്ടോ. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ AI നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. 3D എൻവയൺമെന്റ്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അസിസ്റ്റീവ് ടെക്നോളജീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോഴാണ് Web 4.0 വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് മിക്കവാറും ഒന്നേ കമ്പാരിസൺ ആയിരിക്കാം. Web 3.0വും 4.0 തമ്മിൽ കമ്പയർ ചെയ്യും. ഈ രീതിയിൽ ഇതിന് ഒറ്റ ഒരു പെർസ്പെക്റ്റീവ് ഓർത്താൽ മതി. എപ്പോഴും എന്തുണ്ടാവും? ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും, മോശമാവില്ല എന്നുള്ള ഓർത്താൽ മതി. ഓക്കെ, ഇനി മറ്റൊരു ടോപ്പിക്കിലേക്ക് പോയാലോ? കുറച്ച് സ്പീഡ് പോകാം. നമുക്ക് 3D പ്രിന്റിങ്. 3D പ്രിന്റിംഗ് ഒക്കെ മാറി 4D പ്രിന്റിങ്ങിലേക്കൊക്കെ എത്തി കേട്ടോ. അപ്പോഴാണ് ഈ 3D പ്രിന്റിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്. ഈ മറ്റേ പോസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ടാക്കി, പല വീടുകൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ന്യൂസിൽ വന്നു. ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ വരെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ന്യൂസിൽ വന്നിട്ടുണ്ട്. 3D പ്രിന്റിംഗ് ടെക്നോളജി വെച്ചിട്ട്. 3D പ്രിന്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടില്ല, ഈ ഒരു പിക്ചറിൽ കണ്ടില്ലേ, ഇതിനെ പറയുന്നതാണ്, ഇതിന് അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് സ്ട്രക്ചറാണോ വേണ്ടത്, ഇപ്പൊ ഈ സ്ട്രക്ചറാണ് വേണ്ടത്, ഈ ടോട്ടൽ സ്ട്രക്ചറിന് വേണ്ട കോമ്പണൻസ് ഓരോന്നായിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്യും. അതിന്റെ 3D ആയിട്ട് പ്രിന്റ് ചെയ്ത് അതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ആഡ് ചെയ്ത് പോവാം. ഓരോ പോർഷൻസ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. അങ്ങനെയാണ് ടോട്ടൽ ആയിട്ട് സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ മറ്റേ പോസ്റ്റ് ഓഫീസ് ഉണ്ടാകുന്നത്, റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായെന്ന് പറയില്ലേ, അതൊക്കെ അങ്ങനെ ഉണ്ടാകുന്നത്. ആ സംഭവമാണ് 3D പ്രിന്റിംഗ്. എല്ലാവർക്കും അറിയാലോ ഇതിന് കേസ്. നമുക്ക് ഇത് എന്തുകൊണ്ട് ന്യൂസിൽ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ISRO എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് PSLVയുടെ PS4 എന്ന് പറയുന്ന ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ISRO സക്സസ്ഫുള്ളി കണ്ടക്ട് ദി ഹോട്ട് ടെസ്റ്റിംഗ് ഓഫ് ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ വിച്ച് ഇസ് മാനുഫാക്ചർഡ് ത്രൂ ഈ എഞ്ചിൻ ഹോട്ട് ടെസ്റ്റിംഗ് ഓഫ് ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് വായിച്ചാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് തോന്നില്ല. നമുക്ക് മെയിൻലി ഇവിടെ വരാനുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4D പ്രിന്റിംഗ് ആയിരിക്കും. 4D പ്രിന്റിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മൾ 3D പ്രിന്റിംഗ് എന്തായിരുന്നു പറഞ്ഞു, ഇങ്ങനെ എന്താണോ ഉണ്ടാക്കേണ്ടത് ആ ഷേപ്പിന്റെ ഓരോ സ്പെസിഫിക് പോർഷൻസ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് പോവാണ്, അതായത് പ്രിന്റ് ചെയ്ത് പോവാണ്. പക്ഷെ 4Dയിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ 3D പ്ലസ് ടൈം എന്ന് പറയുന്ന ഡയമെൻഷനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 4D വരുന്നത്. 3D പ്ലസ് ടൈമാണ് 4th ഡയമെൻഷൻ. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടെ ഇത് കണ്ടോ, നമ്മൾ എന്ത് ചെയ്യും 3D പ്രിന്റിങ്ങിലാണ് ചുമ്മാ ഇങ്ങനെ എന്താണോ ചെയ്യേണ്ടത് ആ സ്ട്രക്ചർ മാത്രം നമ്മളിങ്ങനെ പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അതായത് 4Dയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്താണോ സ്ട്രക്ചർ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ കൂടെ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അതിന്റെ ഷേപ്പ് എന്തായി മാറും, നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് അതിലേക്ക് മാറി വരികയാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ്, അപ്പൊ ടൈമിനനുസരിച്ച് മാറുകയാണ് നമ്മൾ ഓൾറെഡി കൊടുത്തതിനേക്കാളും. ഓക്കെ, ഇവിടെ ഇപ്പോൾ സ്റ്റിമുലസ് എന്തൊക്കെയാവാന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ടെമ്പറേച്ചർ ആവാം, പിന്നെ ലൈറ്റ് ആവാം,
പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആവാം, കറണ്ട് ആവാം, വാട്ടർ ആവാം, എന്തും ആവാം എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് തന്നെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് പ്രിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ടൈമിനനുസരിച്ച് എന്തോ സ്റ്റിമുലസ് കൊടുത്ത സമയത്ത് ഈ ഷേപ്പ് എന്തായി മാറി, കുറച്ച് വളഞ്ഞ രീതിയിൽ എന്തെങ്കിലും ആവശ്യമുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് നല്ല ഷേപ്സ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നല്ല ഷേപ്പുകളൊക്കെ ഒരു പ്രിന്റിങ്ങിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല ഭംഗിയിൽ വളവൊക്കെ വരുന്ന രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും ബുദ്ധിമുട്ടാണ് ഈ 3D പ്രിന്റിങ്. ബുദ്ധിമുട്ടാന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഇങ്ങനെ ആഡ് ചെയ്ത് പോകണ്ടേ. ഇപ്പൊ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഒറ്റൊരു സ്ട്രക്ചർ വെച്ചിട്ട് അതിനെ തന്നെ ഡീഫോം ചെയ്യുന്ന സമയത്ത് 4D പ്രിന്റിങ് നടക്കും. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിലെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്മാർട്ട് മെറ്റീരിയൽസ് ആണ്. സാധാ മെറ്റീരിയൽ, സ്മാർട്ട് മെറ്റീരിയൽ. കാരണം എന്ത് ചെയ്യണം, ഡീഫോം ചെയ്യണം. അതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്തത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഇത് എന്താ റെലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ 3 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വന്നിട്ടുണ്ട്. അതാണ് എന്ത് പേരെന്താ തന്നെ, മുമ്പത്തെ എന്തായിരുന്നു, ശിവായ എന്നുള്ളൊരു പേരുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ രുദ്രം എന്നൊക്കെ പറഞ്ഞ പേരിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ കീഴിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ജയന്റ് മീറ്റർ റേഡിയോ ടെലിസ്കോപ്പ് ഒന്ന് പൂനെയിലുള്ളത്, 3 അതിലൊന്നാണിത്. മറ്റൊന്ന് ഇന്റർ യൂണിവേഴ്സിറ്റി ആക്സലറേറ്റർ സെന്റർ ഇൻ ഡൽഹി. വെറുതെ നോക്കിയാൽ മതി, പേരൊക്കെ എവിടെയാണെന്നുള്ളത് നോക്കിയാൽ മതി. ഇനി എസ്.എൻ. ബോസ് സെന്റർ ഇൻ കൊൽക്കത്ത. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി ഇവിടേക്കാണുള്ളതെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ പേരുകളൊക്കെ വേറെ പുതിയ സംഭവമാണ്. HPC ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടേഴ്സ് ആണ്. എന്താണ്, ആർക്ക, അരുണിക, ഈ 2 ഇതിന്റെ ബേസിൽ വന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ പേരുകളൊക്കെ വരുന്ന സമയത്ത് നോട്ട് ചെയ്തേക്കണം. ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു വേണമെങ്കിൽ ചോദിക്കാം. ആർക്കയും പറയുന്നത്, അതേപോലെ തന്നെ അരുണിക എന്നൊക്കെ പറയുന്നത് HPC ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടേഴ്സിന്റെ ബേസിലാണ്. വിച്ച് വിൽ എൻഹാൻസ് അക്യൂറസി ആൻഡ് പ്രഡിക്ഷൻ റിലേറ്റഡ് ടു ട്രോപ്പിക്കൽ സൈക്ലോൺസ്, ഹെവി പ്രസിപ്പിറ്റേഷൻ, തണ്ടർസ്റ്റോംസ് ഒക്കെ വെതറിന്റെ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, പരമരുദ്രാണ് ഇതിന്റെ പേര്. മുമ്പുണ്ടായിരുന്ന ശിവായ എന്നായിരുന്നു. ഓക്കെ, ഇത് രുദ്ര, ഇത് ശിവായ. ഓക്കെ, ഇനി അടുത്തത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ ബാക്കി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് മിഷൻ എന്താണെന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. 2015 വന്നത്. 7-year മിഷൻ ആയിരുന്നു. കഴിഞ്ഞു അതിന്റെ സമയം. ഇനി കോസ്റ്റ് ഒന്നും ആവശ്യമില്ല. 45 പെറ്റാഫ്ലോപ്സ് ആണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ മറ്റു കാര്യങ്ങൾ ബാക്കി എവിടേക്കാണ് ഉള്ളത്, ജപ്പാനിലാണെന്നുണ്ടെങ്കിൽ ഫുഗാക്കോ എന്ന് പറയുന്നതും, US സമ്മിറ്റും സേറ എന്ന് പറയുന്ന 2 ഉള്ളത്. ഓക്കെ, മറ്റൊന്നും നമുക്ക് വലിയ വിഷയമല്ല. നമുക്ക് ബാക്കിയുള്ള എണ്ണങ്ങൾ കണ്ടില്ലേ, ഒരുപാടുണ്ട് ഇവിടെ. ഇന്ത്യയിൽ ഇപ്പോഴും കുറച്ചേ ഉള്ളൂ. ഇതിൽ 3 ഇൻക്ലൂഡ് ചെയ്തത്. ഇപ്പൊ അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ബാക്കി ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ന്യൂറോമോർഫിക് കമ്പ്യൂട്ടിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് പോലെ തന്നെ ഒരു കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ന്യൂറോമോർഫിക് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിനെ മിമിക് ചെയ്തിട്ട്, ബ്രെയിനിലെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ന്യൂറോ വർക്കിങ്ങിനെ മിമിക് ചെയ്തിട്ട് ഒരു പുതിയൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു സംഭവം നമ്മൾ ഡെവലപ്പ് ചെയ്തതിനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് എന്ത് ചെയ്യും, സാധാരണ CPU പകരം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. അതായത് ചെറിയൊരു കണ്ടോ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചുമ്മാ നോക്കിയത് കണ്ടില്ല, ഓരോ ടൈമിങ്ങിനും ഓപ്പറേഷൻ എങ്ങനെയാണ്. ഇത് സീക്വൻഷ്യൽ പ്രോസസ്സിംഗ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, മാസീവ്ലി പാരലൽ പ്രോസസ്സിംഗ് ആണ്. ഒരുമിച്ച് തന്നെ പാരലലി ചെയ്യാൻ പറ്റും. പിന്നെ ഓർഗനൈസേഷൻ എങ്ങനെ, അവിടെ കലക്റ്റഡ് പ്രോസസ്സിംഗ് ആൻഡ് മെമ്മറി ആയിരിക്കും. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ സ്പൈക്കിംഗ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. ഇവിടെ എന്താ, നമ്മുടെ കോഡ് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ എന്തായിരുന്നു, ബൈനറി ആയിരുന്നെങ്കിൽ ഇവിടെ സ്പൈക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പൈക്സ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണല്ലോ, ഇതൊക്കെയാണ് സ്പൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വേറെ എന്താണ്, ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അസിൻക്രണസ് ആയിരിക്കും. ഇവന്റ് ഡ്രിവൺ ആണ്. എന്താണ് ഇവന്റ് അതിനനുസരിച്ചുണ്ടാവും. ഇവിടെ സിൻക്രണസ് ആ, ക്ലോക്ക് ഡ്രിവൺ, സമയത്തിനനുസരിച്ചാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി സിനാപ്സിസ് ഒക്കെ എനിക്ക് നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ. സ്പൈക്കിംഗ് ന്യൂറോൺസ് സിനാപ്സിസിന്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ അടുത്ത കാര്യം പോവാം, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ മറ്റേ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസും അതിന്റെ പ്രിൻസിപ്പിൾസും അത് മെയിൻ പെർസ്പെക്റ്റീവിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ ക്വാണ്ടം എൻടാങ്കിൾമെന്റ്, സൂപ്പർ ഇമ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ചിലപ്പോൾ ചോദിച്ചേക്കാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാസ്സിൽ എന്തായാലും ഈ പറഞ്ഞ ബേസിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ക്ലാസ് എടുക്കാം. ഓക്കെ, ഇപ്പോ ഈ ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് നമ്മൾ ബൈനറി സിസ്റ്റം അല്ലേ, പക്ഷെ അതിന് പകരം ഇവിടെ എന്താണ്, അങ്ങനെ ബൈനറി സിസ്റ്റം 0, 1 ഒന്നും അല്ല. ഇതിന്റെ ഇടയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഇതിന്റെ ഇടയിൽ നിൽക്കാം. മറ്റേ ഇത് ഒന്നെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലേ, അതല്ല, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ. ഓക്കെ, പിന്നെ പവർ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത്. ഇതെന്തിനാ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ് പെർസ്പെക്റ്റീവിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഇനി ക്വാണ്ടം തിയറിയിലാണ്, പിന്നെ
ബേസിക് യൂണിറ്റ് എന്താ ക്യൂബിറ്റിലാണ് കേട്ടോ. മറ്റെന്തായാലും നമ്മുടെ മറ്റേ 0 1 എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ബൈനറി ആയിട്ടുള്ള സംഭവം ബിറ്റ്സ് വെച്ചിട്ട്, ഇത് ക്യൂബിറ്റ് ആണ്. പിന്നെ ഓക്കെ, അത്ര ഓർത്താൽ മതി, വേറൊരു കാര്യങ്ങളൊന്നും ഇതിനകത്ത് നോക്കണ്ട. ഇതിൽ ക്വാണ്ടം മിഷൻ, നാഷണൽ ക്വാണ്ടം മിഷൻ വെറുതെ ഒന്ന് വായിച്ചാൽ മതി. അങ്ങനത്തെ ഒരു മിഷൻ നമുക്കുണ്ട് എന്നെങ്കിലും അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. നാഷണൽ ക്വാണ്ടം മിഷൻ എന്ന് പറയുന്നത് നമുക്കുണ്ട്. ഓക്കെ, ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് എന്ന് പറയുന്നത്. മജറോണ എന്ന് പറയുന്ന സംഭവം, മജറോണ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഈ മജറോണ 0 ഓൾറെഡി വന്നതാണ്. ഇത് 1 ആണ്, മൈക്രോസോഫ്റ്റിന്റെ ആണ്, തെറ്റിക്കരുത്, മൈക്രോസോഫ്റ്റിന്റെ ആണ്. ഇതെന്താ വേൾഡ്സ് ഫസ്റ്റ് ക്വാണ്ടം ചിപ്പ് പവേർഡ് ബൈ എ ടെക്നോളജിക്കൽ കോർ ആർക്കിടെക്ചർ. ഒരു ക്വാണ്ടം ചിപ്പാണെന്ന് ഓർത്തേക്കാം. ഓക്കെ, ഇനി ഇതിൽ എന്താണ് ഇതിന്റെ യൂസ് ചെയ്യുന്നത്, എന്ത് യൂട്ടിലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പോ കണ്ടക്ടർ ആണ്. ടോപ്പോ കണ്ടക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ടോപ്പോളജിക്കൽ സൂപ്പർ കണ്ടക്ടർ. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താ നമുക്ക് പറയാം, എന്താ ലാസ്റ്റിലേക്ക് വരുന്നുണ്ട്. ടോപ്പോളജിക്കൽ സ്റ്റേറ്റിലാണുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? സോളിഡും അല്ല, ലിക്വിഡും അല്ല, ഗ്യാസും അല്ലാത്തൊരവസ്ഥ എന്നുള്ളതാണ് പറയുന്നത്. ഒരു ന്യൂ സ്റ്റേറ്റ് ആണ് ടോപ്പോളജിക്കൽ സ്റ്റേറ്റ്. ടോപ്പോളജിക്കൽ സ്റ്റേറ്റിലുള്ള ഒരു സൂപ്പർ കണ്ടക്ടറിലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫെർമിയോൺസ് ആൻഡ് ഓൺ ആന്റി പാർട്ടിക്കിൾസ് ഉണ്ട്. ഫെർമിയോൺസ് ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് വീണ്ടും ഒരു ക്ലാസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാണ്ട്. ഓക്കെ, ഇതിൽ എത്ര ബിറ്റ്സ് ഉള്ളത്, എത്ര ക്യൂബിറ്റ്സ് ഉള്ളത്? 8 ക്യൂബിറ്റ്സ് ഉണ്ട്. ഇനി ആപ്ലിക്കേഷൻസ് ഒക്കെ എന്തായാലും ഒരുവിധം എല്ലാത്തിനും ഉണ്ട്. ബ്രേക്കിംഗ് ഡൗൺ മൈക്രോ പ്ലാസ്റ്റിക്, ക്രിയേറ്റിംഗ് സെൽഫ് ഹീലിംഗ് മെറ്റീരിയൽസ്, ഇംപ്രൂവിംഗ് ഹെൽത്ത് കെയർ സൊല്യൂഷൻസ്, പിന്നെ സോൾവിംഗ് കോംപ്ലക്സ് കെമിസ്ട്രി ആൻഡ് മെറ്റീരിയൽ സയൻസ് പ്രോബ്ലംസ്. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, അതെല്ലാം ചെയ്യാൻ പറ്റുന്നല്ലേ. അപ്പൊ ഇതിൽ അറിയേണ്ടത് മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്താ ടോപ്പോളജിക്കൽ കോർ ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ടോപ്പോളജിക്കൽ എന്താണെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്താ മെറ്റീരിയൽ? ഇൻഡിയം ആർസിനൈഡ് എന്ന് പറയുന്നതും അലൂമിനിയം ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അലൂമിനിയം ഒരു സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കാലൊക്കെ തളർന്നിരിക്കുന്ന ഒരാൾക്ക് അയാൾ ചിന്തിക്കുമ്പോൾ അയാൾക്ക് ആ ഒരു ലോക്കോമോഷൻ നടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവാണ്. നല്ല കാര്യമല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ ഇങ്ങനെ ചിന്തിച്ചു എനിക്കിത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും, ആ സിഗ്നൽ ആക്സസ് ചെയ്ത് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിനകത്ത് തന്നെ അതൊന്ന് പ്രോസസ്സ് ചെയ്ത് എന്ത് ചെയ്യാണ്, ആ മോഷന് വേണ്ടിയിട്ടുള്ളത് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ആ ഒരു മോട്ടർ എന്താണെന്ന് ആ മോട്ടർ റൺ ചെയ്യും. ആ മോട്ടർ റൺ ചെയ്യുന്നതനുസരിച്ചിട്ട് വർക്ക് ചെയ്യും. ഇതാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ്. സിമ്പിൾ ആയിട്ട് ഒരു ടെക്നോളജി അല്ലേ. നോക്കിയേ, കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആൻഡ് അക്വയർസ് ബ്രെയിൻ സിഗ്നൽസ്, അനലൈസ് ദം ആൻഡ് ട്രാൻസ്ലേറ്റ് ദം ഇൻടു കമാൻഡ്സ്. ആ കമാൻഡ്സ് എന്തും കൂടെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമാൻഡ് എന്നുള്ള രീതിയിലല്ല, അത് പ്രോസസ്സ് ചെയ്യുന്ന സംഭവം. ഒരു ലോക്കോമോഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ആക്ഷനിലേക്ക് വരെ മാറ്റാം. ജസ്റ്റ് വാക്കുകൾ, ടെക്സ്റ്റ്. ഇത് കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ചിന്തിക്കുന്നത് ടെക്സ്റ്റ് ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ആ ടെക്സ്റ്റ് അല്ല, അതിന് പകരം എന്തായിട്ട് വരുന്നുണ്ട്, ചിലപ്പോൾ സ്പീച്ച് ആവാം അല്ലെങ്കിൽ ആക്ഷൻ ആവാനുള്ള റീസൺ ഉണ്ട്.